സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. PCTA കോട്ടയം ജില്ല നടത്തുന്ന ഉണർവിൻ്റെ 25ാമത്തെ സെഷനാണ്. കരിയർ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളാണ്. കുറച്ച് പരീക്ഷയുടെ കാലമായതുകൊണ്ട്, പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നത്. ഇന്ന് കരിയർ ഫോക്കസ് എന്ന് പറയുന്നൊരു വിഷയമാണ്. കറക്റ്റായിട്ടുള്ള കരിയറിലേക്ക് എത്താൻ നമ്മളുടെ ഫോക്കസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ ബേസ് ചെയ്ത് ഒരു മോട്ടിവേഷൻ തലത്തിലുള്ള ഒരു ക്ലാസ്സാണിന്ന്. ഷാജി സാറാണ് ക്ലാസ് എടുക്കുന്നത്. സാർ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്, ടീച്ചറാണ്, അതോടൊപ്പം മലപ്പുറം PCTA ട്രഷറർ കൂടിയാണ്. സ്കൂളുകളിലും അതുപോലെയുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ ധാരാളം ക്ലാസ്സുകൾ, മോട്ടിവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കാൻ പ്രഗത്ഭനാണ്. നമ്മുടെ പ്ലാറ്റ്ഫോമിലും പല പ്രാവശ്യം സാർ ക്ലാസ് എടുത്തിരുന്നു. കോട്ടയത്തിൻ്റെതായിട്ട് ബാബു തോമസ് സാർ, ഞങ്ങളുടെ കോട്ടയം പ്രസിഡന്റാണ്, സാർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തു. അതോടൊപ്പം ഷാജി സാർ, യു ആർ വെൽക്കം. ഓക്കെ 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 ഗുഡ് ഈവനിങ് ടു ആൾ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ, സാബു സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പ്രധാനപ്പെട്ട എല്ലാ മഹൽ വ്യക്തിത്വങ്ങളെ, നമ്മുടെ PCTA ബന്ധപ്പെട്ട ആളുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ഉഷാമ മതിയിലുണ്ടോ? ഇല്ലല്ലേ? വന്നില്ല, വരും. ഓക്കെ. അപ്പൊ സാബു സാർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ നമ്മൾ നേരിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. കൂടുതൽ മുഖവരിയുടെ ആവശ്യമില്ല. ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ PCTA വിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. വളരെയധികം സന്തോഷം. പ്രത്യേകിച്ച് ഇപ്പൊ വെക്കേഷൻ ആണ്, പല ആളുകളും ഫ്രീ ആണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നത് വളരെയധികം നല്ലത് തന്നെയാണ്. വളരെയധികം സന്തോഷം. ഒരിക്കൽ കൂടി ഞാൻ PCTA പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നേരത്തെ സാബു സാർ പറഞ്ഞ പോലെ കരിയർ ഫോക്കസിംഗ് ആണ്. കറക്റ്റ് ഒരു കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന രീതിയിലൂടെ അല്ലെങ്കിലും ഒരു കരിയർ ഫോക്കസ് എന്നുള്ളൊരു മേഖലയിലൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമുക്കറിയാം, ആളുകൾ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവുകളിൽ ഒന്നാണ് ഫോക്കസിങ് യുവർ കരിയർ. നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, ഒരുപാട് ജോബുകൾ ഇന്നുണ്ട്, അല്ലെ? മില്യണർ ഓഫ് ജോബ്സ്, ഒരുപാട് ജോബുകളുണ്ട്. ജോബിനൊരു കുറവുമില്ല. പക്ഷെ ആളുകൾക്ക് അപ്റ്റായിട്ടുള്ള പല കോഴ്സുകളോ പല ജോബുകളോ കിട്ടുന്നില്ല. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നടത്തിയാൽ ഏകദേശം ഒരു 65-70% ആളുകളും ആ ടെസ്റ്റിൽ ഡിസാറ്റിസ്ഫൈഡ് ആണ്. എന്ന് പറഞ്ഞാൽ അവനവൻ വർക്ക് ചെയ്യുന്ന ജോബിൽ ഡിസാറ്റിസ്ഫൈഡ് ആണ്. അവനവൻ പഠിക്കുന്ന കോഴ്സിൽ പല കുട്ടികളും ഡിസാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അവര് സാറ്റിസ്ഫാക്ഷനോട് കൂടിയല്ല ആ കോഴ്സുകൾ എടുത്തുന്നുള്ളത്. നമുക്കറിയാം, നമ്മളെ മുന്നിൽ ഒരുപാട് വൊക്കേഷൻസ്, ജോബുകൾ ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇതിലേക്ക് കൃത്യമായ രീതിയിൽ ഒരു സ്യൂട്ടബിൾ വൊക്കേഷൻ തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ പ്രധാനം. അത് ആണ്, ആ ഒരു മേഖലയാണ് ഞാൻ ഇന്ന് എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കുറെ കോഴ്സുകളെ കുറിച്ച് നമുക്ക് പറയാം, പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ഈ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫോക്കസ് യുവർ കരിയർ. നിങ്ങളുടെ കരിയറെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ടാക്ടിക്സുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. ഫോക്കസ് യുവർ കരിയർ. നമുക്കറിയാം, ഒരു കരിയർ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് സെറ്റ് എ ക്ലിയർ ഗോൾ. നല്ല ഒരു ഗോള് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗോൾ സെറ്റ് ചെയ്യൽ മാത്രമല്ല, ഞാൻ ആ പറഞ്ഞ വാക്കിൽ പ്രത്യേകതയുണ്ട്. സെറ്റ് എ ക്ലിയർ ഗോൾ, നോട്ട് എ മിയർ ഗോൾ. വെറുതെ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യാന്നുള്ളതല്ല, വളരെ ക്ലാരിറ്റി നിർബന്ധമാണ് ആ വിഷയത്തിൽ. നമുക്കറിയാം, ഒരു കരിയർ സക്സസിലേക്ക് പോകുന്നത് പ്രധാനമായിട്ടും 3 രീതിയിലൂടെയാണ്. നമ്മൾ ഇങ്ങനെ പറയാണ്ട് സാധാരണ, ക്ലാരിറ്റി പ്ലസ് കൺസിസ്റ്റൻസി പ്ലസ് ഹാർഡ് വർക്ക് ഈസ് ഈക്വൽ ടു കരിയർ സക്സസ്. ക്ലാരിറ്റി പ്ലസ് കൺസിസ്റ്റൻസി പ്ലസ് ഹാർഡ് വർക്ക്. ക്ലാരിറ്റി കൃത്യത, കൺസിസ്റ്റൻസി സ്ഥിരം, അതോടൊപ്പം തന്നെ ഹാർഡ് വർക്ക് കഠിനാധ്വാനം. ഇത് 3ഉം ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഒരു പരിണിത ഫലമാണ് കരിയർ സക്സസ് എന്ന് പറയും.
അപ്പൊ ക്ലാരിറ്റി, സെറ്റ് എ ക്ലിയർ ഗോൾ. വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കരിയർ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ വ്യക്തമായ ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മൾ സാധാരണ പറയാറുണ്ട്, ലക്ഷ്യം സ്ട്രോങ് ആണെങ്കിൽ മാർഗം ഒരു തടസ്സമല്ല. അല്ലെ? ലക്ഷ്യം സ്ട്രോങ് ആണെങ്കിൽ മാർഗം ഒരു തടസ്സമല്ലല്ലോ. നമ്മളെ കുട്ടികൾക്കും നമ്മളെ ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഫെയിലിയറിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മള് മീൻസിലേക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, എയിംസിലേക്കല്ല. മാർഗത്തിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക, ഒരിക്കലും നമ്മൾ ലക്ഷ്യത്തിലേക്കല്ല പ്രാധാന്യം കൊടുക്കുക. ഇപ്പൊ എനിക്ക് തിരുവനന്തപുരം പോകണം, അല്ലെങ്കിൽ എനിക്ക് PCTA പ്രസിഡന്റിനെ ഒന്ന് കാണണം, അതെന്റെ ഗോളാണ് എന്ന് വിചാരിച്ചാല് ആ കാണാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ ബ്ലോക്കുകൾ ഉണ്ടാവാം, കുറെ തടസ്സങ്ങൾ ഉണ്ടാവാം, പല പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നം ഞാൻ തരണം ചെയ്യും. എന്താ കാരണം? എനിക്ക് PCTA പ്രസിഡന്റിനെ കാണല് എമർജൻസിയാണ്, അത്യാവശ്യം. അതെന്റെ ഗോളാണ്. എനിക്ക് നാളെ തിരുവനന്തപുരം പോകണം, അപ്പൊ തിരുവനന്തപുരം എനിക്ക് മലബാർ ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം പോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷെ എന്റെ ലക്ഷ്യമാണ് നാളെ നിർബന്ധമായിട്ട് ഞാൻ പോയിരിക്കും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് പോകണം. ട്രെയിന് പ്രശ്നങ്ങളുണ്ട്, സീറ്റ് കിട്ടാനുള്ള പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് ഞാൻ എവിടെ എത്തും? കാരണം എനിക്ക് തിരുവനന്തപുരത്ത് എത്തും. കാരണം അവിടെ അതിലേക്കുള്ള മാർഗം ഒരു പ്രശ്നമല്ല, കാരണം ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ സാധാരണ പറയാറുണ്ട്, വിത്തൗട്ട് ഈ ഫുട്ബോൾ മാച്ച്, പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കളിയാണ് ഫുട്ബോൾ മാച്ച്. അതിൽ നമ്മൾ ഗോളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാറുണ്ട്, ഫുട്ബോളിൽ വിത്തൗട്ട് ഗോൾ പോസ്റ്റ് ദർ ഇസ് നോ ഫുട്ബോൾ മാച്ച്. വിത്തൗട്ട് ഗോൾ പോസ്റ്റ് ദർ ഇസ് നോ ഫുട്ബോൾ മാച്ച് എന്ന് പറയാറുണ്ട്. അല്ലെ? ഗോൾ പോസ്റ്റ് ഇല്ലെങ്കിൽ, ഫുട്ബോൾ മാച്ചിൽ രണ്ട് ഗോൾ പോസ്റ്റ് ഉണ്ടല്ലോ, ആ ഗോൾ പോസ്റ്റ് ഇല്ലെങ്കിൽ എന്തില്ല? ഫുട്ബോൾ ഇല്ല. യഥാർത്ഥത്തിൽ ആ രണ്ട് ഗോൾ പോസ്റ്റ് അവിടെ ഉള്ളത് കൊണ്ടാണ് ആ കളി സ്ട്രോങ് ആയിട്ട് നടക്കുന്നത്. അവിടെ കളിക്കാരൻ ചെയ്യുന്നത് എന്താണ്? ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഒരു ടീമിലെ കളിക്കാരൻ, ഫോർവേഡ് കളിക്കുന്ന കളിക്കാരൻ, ഏതെങ്കിലും ഒരു കളിക്കാരൻ, അദ്ദേഹം നേരെ എതിർഭാഗത്തുള്ള പോസ്റ്റിലേക്ക് ഗോൾ എത്തിക്കണം, ആ ബോൾ എത്തിക്കണം. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി ലക്ഷ്യം സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് കളിക്കാരൻ നേരെ പോസ്റ്റിലേക്ക് അടിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്, മറ്റു കളിക്കാരൻ വരും. അപ്പൊ ആ കളിക്കാരനൊക്കെ വെട്ടിച്ച് തരണം ചെയ്ത് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി അയാളെയും സർപ്പാസ് ചെയ്ത് മറികടന്ന്, അല്ലെ, അതിനു വേണ്ട ടാക്ടിക്സ് ഒക്കെ അദ്ദേഹം ഉപയോഗിക്കും. എല്ലാ കാര്യങ്ങളും, ഫിസിക്കൽ ടാക്ടിക്സ് ആവട്ടെ, മെന്റൽ ടാക്ടിക്സ് ആവട്ടെ, പല കാര്യങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ട് കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? ഗോൾ പോസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ലക്ഷ്യം സ്ട്രോങ് ആണെങ്കിൽ മാർഗം ഒരു തടസ്സമല്ല നമ്മൾ സാധാരണ പറയാറുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം കൃത്യമായിരിക്കണം. വളരെ കൃത്യമായ ലക്ഷ്യം സെറ്റ് ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമുക്കറിയാവുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്, പല കുട്ടികൾക്ക് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് അറിയില്ല. കോഴ്സുകളുടെ കുറവല്ല, ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട്. പക്ഷെ ഏതായിരിക്കണം? ഏതിലെങ്കിലും ഒന്നിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യണം. അല്ലെ? എനിക്ക് CA കാരനാവണം, ഫോർ എക്സാമ്പിൾ. അപ്പൊ CA എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്റെ തലയിൽ കയറിയ വേറുള്ളൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എനിക്ക് അടുത്ത അക്കാഡമിക് ഇയറിൽ MBBS ഒരു സീറ്റ് കിട്ടണം. അപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഒരു 1000ന്റെ അടുത്ത് ഞാൻ റാങ്ക് ലിസ്റ്റിൽ വരണം, എങ്കിലേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എനിക്ക് MBBS കിട്ടുള്ളൂ, മെറിറ്റിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. അപ്പൊ അതെന്റെ ഒരു സ്ട്രോങ് എയിം ആണ് എങ്കിൽ, ഗോൾ ആണ് എങ്കിൽ, സ്വാഭാവികമായിട്ട് ആ സാധനം എനിക്ക് കിട്ടിയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഗോള് കൃത്യമായ ഒരു ക്ലിയർ ഗോൾ, ഒരു അബ്സേർഡ് ഗോൾ ഉണ്ടായിട്ട് കാര്യമില്ല, ഒരു അൺക്ലിയർ ഗോൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പല ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ആവണമെന്നുണ്ട്, പക്ഷെ വ്യക്തമല്ല, ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് ഗോള് നിർബന്ധമായിട്ട് നമുക്ക് ക്ലിയർ ഗോള് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കണം. നമ്മുടെ കുട്ടികളാണെങ്കിലും ശരി, നമ്മുടെ ഏതാളുകളാണെങ്കിലും ശരി, മുതിർന്നവരാണെങ്കിലും ഒക്കെ നമ്മൾ ഗോള് കൃത്യമായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. അതാണ് കരിയർ ഫോക്കസിലേക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേല് നോ യുവർ സ്ട്രെങ്ത് ആണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ, ഇൻഡിവിജ്വൽ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്നാണ്. ഒരു വ്യക്തി രണ്ടിന്റെയും കോമ്പിനേഷനാണ്. നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ഒരു വ്യക്തിക്ക് എന്ന് പറയുന്നത് കഴിവുണ്ടാവാം, അദ്ദേഹത്തിന് കഴിവുകളുണ്ടായിരിക്കും. മെറിറ്റ് ആൻഡ് ഷോർട്ട് കമ്മിങ്സ് എന്ന് പറയും, മെറിറ്റ് ആൻഡ് ലിമിറ്റേഷൻ രണ്ടും ഉണ്ടാവും.
വേർ ദർ ഇസ് മെറിറ്റ് ദർ ഇസ് ഡിഫക്റ്റ് ആൾസോ നമ്മൾ പൊതുവെ പറയാറുണ്ട്. എവിടെയാണോ നേട്ടം ഉള്ളത് അവിടെ കോട്ടം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സ്ട്രെങ്ത്തും ഉണ്ട്, വീക്ക്നെസ്സും ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത് നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണെന്നാണ്. എല്ലാവർക്കും കഴിവുണ്ട്. ഡിസബിലിറ്റി അല്ലല്ലോ സത്യത്തിൽ നമ്മൾ ഡിസബിലിറ്റി എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല. കാരണം ഡിസബിലിറ്റിക്കാർക്കും കഴിവുണ്ട് എന്നുള്ളതാണ് അല്ലെ. പല ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് പോലും IED കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് കുട്ടികൾ, പാട്ടുപാടാൻ കഴിവുള്ള ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. മറ്റു പല കഥ പറയാൻ കഴിയുന്ന കുട്ടികളുണ്ട്. മറ്റാളുകളെ കൈയെടുക്കാൻ പറ്റുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ഹാസ്യ രീതിയിൽ ആളുകളെ കൈയെടുക്കുന്ന ഒരുപാട് ഡിസബിലിറ്റി ഉള്ള ആളുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവർക്കും കഴിവുകൾ. അതുകൊണ്ട് ഓരോ വ്യക്തിയും തൻ്റെ കഴിവ് എന്താണ് എന്ന് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഏതിലേക്കാണ്? ഞാൻ സയൻസ് ആണോ പഠിക്കേണ്ടത്? ഹ്യൂമാനിറ്റീസ് ആണോ പഠിക്കേണ്ടത്? കൊമേഴ്സ് ആണോ പഠിക്കേണ്ടത്? ഞാൻ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണോ? അതിനുള്ള കഴിവ് എത്രത്തോളം എനിക്കുണ്ട്? എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകണോ? അതിന്റെ കഴിവ് എനിക്ക് എത്രത്തോളം ഉണ്ട്? എന്റെ നാട്ടിലുള്ള എല്ലാ ആളുകളും ഈ പ്രാവശ്യം പോയത് ബിടെക്കിനാണ്. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ബിടെക്കിന് പോവാം. അതല്ല എന്റെ സ്ട്രെങ്ത്. അതിൽ എനിക്കുണ്ടാകുന്ന ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? എന്റെ കഴിവ് ആ മേഖലയിൽ എത്രത്തോളം ഉണ്ട്? എന്റെ താല്പര്യം എത്രത്തോളം ഉണ്ട്? എല്ലാവരും പോകുന്നുണ്ടെന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ പോകുക എന്നുള്ളതല്ല അല്ലേ. ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കോച്ചിങ് സെന്ററുകാർ എന്തെങ്കിലും പറയുന്നത് കേട്ട് അതിന്റെ പിന്നാലെ ഓടുകയല്ല നമ്മൾ വേണ്ടത്. നമ്മുടെ കഴിവുകള്, നമ്മുടെ കാര്യങ്ങള്, നമ്മുടെ ഗോള്. സോ ഫോക്കസ് ഓർ നോ യുവർ സ്ട്രെങ്ത്. നിങ്ങളുടെ കഴിവ് എന്താണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമുക്കറിയാലോ, നമ്മൾ ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിലും നമ്മളെ കഴിവ് നമ്മൾ തിരിച്ചറിയണം. ഒരു ബിസിനസ്സിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് നടത്തുന്ന ആൾക്ക് അദ്ദേഹത്തിന്റെ കഴിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവ് ആദ്യം അദ്ദേഹം ഫൈൻഡ് ഔട്ട് ചെയ്യണം. പറഞ്ഞു വരുന്നത് ദാറ്റ് ഈസ് ദി നോ യുവർ സ്ട്രെങ്ത്. അതാണ് കരിയർ ഫോക്കസിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ട രണ്ടാമത്തെ കാര്യം. ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ടുണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നോ യുവർ സ്ട്രെങ്ത്. നമ്മുടെ കഴിവുകേടിലേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കഴിവുകേടല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മുടെ കഴിവുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഒരു കഴിവുമില്ലാത്തവൻ ആരുമില്ല. എനിക്കൊരു കഴിവില്ലേ എന്ന് പറഞ്ഞ് ആരും സങ്കടപ്പെടാൻ പാടില്ല. നമ്മൾ മനുഷ്യരാണോ? നിർബന്ധമായിട്ട് നമുക്ക് കഴിവുകളുണ്ട്. കാരണം ഈ ലോകത്തുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തിയതിന്റെ പ്രധാനപ്പെട്ട ബേസ്, അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യരാണ്. അപ്പൊ അതുകൊണ്ട് നോ യുവർ സ്ട്രെങ്ത്. മൂന്നാമത്തേത് ബിൽഡ് നോളജ് ഡെയിലി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കരിയർ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു ബെറ്റർ കരിയറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബിൽഡ് നോളജ് ഡെയിലി. സ്ഥിരമായിട്ട് നമ്മൾ അറിവുകൾ വർദ്ധിപ്പിക്കണം. അതൊരു പ്രധാന ഘടകമാണ്. അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നോളജ് എയിം ഈസ് ദ ഫസ്റ്റ് എയിം എന്നാ പറയാം. ഒന്നാമത്തെ ലക്ഷ്യം നോളജ് എയിം, അറിവ് നേടുക എന്നുള്ള, അതിനാണ് വിദ്യാഭ്യാസം. പക്ഷെ ഇന്ന് നമ്മളതൊക്കെ മാറ്റിപ്പോയി. നമ്മൾ ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, ടീച്ചർ ആവുക, ഇതൊക്കെയാണ് വിദ്യാഭ്യാസം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് ഈസ് നോളജ് എയിം ആണ്. ക്യാരക്ടർ ബിൽഡിംഗ് അതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അറിവ് സ്വായത്തമാക്കുക, ദിവസേന പുതിയ പുതിയ അറിവുകൾ കണ്ടെത്തുക എന്നുള്ളത്. അങ്ങനെ പുതിയ പുതിയ അറിവുകൾ കണ്ടെത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ കഴിയൂ. ഒന്നും അറിയാത്തവന് ഏത് മേഖലയിൽ എത്തില്ല. ബിക്കോസ് നോളജ് ഈസ് പവർ എന്ന് പറയാറുണ്ട്. വിജ്ഞാനമാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഡെയിലി ബിൽഡ് നോളജ് ഡെയിലി ഓർ ഡെവലപ്പ് നോളജ് ഡെയിലി. സ്ഥിരമായിട്ട് നമ്മൾ അറിവുകൾ വർദ്ധിപ്പിക്കണം. അറിവുകൾ സ്ഥിരമായിട്ട് വർദ്ധിപ്പിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റീഡിങ് ബുക്സ് വായിക്കുക എന്നുള്ളത്, പുസ്തക വായന. ഇന്നിപ്പോ സാന്ദർഭികമായിട്ട് നമ്മൾ പറയട്ടെ, ഇന്ന് പുസ്തക വായന വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വായനാ ദിനം എന്നാന്ന് പോലും പല കുട്ടികൾക്കും അറിയില്ല. ഇപ്പം എന്നാണ് PN പണിക്കരെ അനുസ്മരിച്ചുകൊണ്ടുള്ള വായനാ ദിനം എന്നാണെന്ന് പോലും അറിയാത്തൊരു സമൂഹം വളർന്നു വരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ വിവരങ്ങൾ വർദ്ധിക്കുക എന്ന് ഒറ്റടിക്കാണ് പറഞ്ഞിട്ട് കാര്യമില്ല. വിവരങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് നമുക്ക് ഒറ്റടിക്കാണ് പറയാം. പക്ഷെ എങ്ങനെ വർദ്ധിപ്പിക്കും? ഹൗ ടു ബിൽഡ് നോളജ് ഡെയിലി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം റീഡിങ് ബുക്സ് ആണ്. വായന ഒരു പ്രധാന ഘടകമാണ്. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് റീഡിങ് തന്നെയാണ്. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് പവർ ഓഫ് റീഡിങ് തന്നെയാണ്. മനുഷ്യന്റെ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, എല്ലാ കഴിവുകളും
ഐഡന്റിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ കഴിവുകളും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും നിർബന്ധമായിട്ടും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് റീഡിങ് ബുക്സ്. വായിച്ച ഒരുപാട് ആളുകൾ ലോകത്തിന്റെ പല മേഖലയിൽ എത്തിയിട്ടുണ്ട്. അത് സത്യമാണ് കാര്യം. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഡെവലപ്പ് ചെയ്തത് വന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് വേറൊരു ഭാഗമാണ്. പക്ഷെ അങ്ങനെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് വായന എന്ന് പറയുന്ന സാധനത്തിന് പ്രാധാന്യം കുറഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു വരുന്ന വായന പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്കറിയാം ഫ്രാൻസിലെ ചക്രവർത്തി നെപ്പോളിയൻ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വ്യക്തിയാണ് നെപ്പോളിയൻ. ഫ്രാൻസിലെ ചക്രവർത്തി നെപ്പോളിയൻ ഒരിക്കൽ യുദ്ധത്തിന് പോവാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളുമായിട്ട് ഭടന്മാരുമായിട്ട് യുദ്ധത്തിന് ഇങ്ങനെ പോയി ഒരു മലയിലെത്തിയപ്പം അല്പസമയം വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നെപ്പോളിയൻ നല്ല വായനക്കാരനാണ്, സദാസമയം വായനക്കാരനാണ്. അങ്ങനെ അല്പസമയം ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭടന്മാരൊക്കെ വിശ്രമിക്കാൻ വേണ്ടി ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് മറ്റുള്ള എല്ലാ ഭടന്മാരും പട്ടാളക്കാരും ഒക്കെ ഇങ്ങനെ പല രീതിയിലുള്ള കളികളിൽ ഏർപ്പെടുകയാണ്, പല ഉല്ലാസങ്ങളിൽ ഏർപ്പെടുകയാണ്. ആ സമയത്ത് അവിടെയുള്ള ഒരു പെൺകുട്ടി നെപ്പോളിയന്റെ അടുത്ത് വന്നുകൊണ്ട് പറയുകയാണ്, ഹലോ രാജാവേ, വ്യക്തി, സാർ, നിങ്ങൾ എന്താണ് എല്ലാവരും കളികളിലും വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോ അങ്ങ് മാത്രം എന്താണ് നാണം കുടുങ്ങിയായിട്ടൊരു മൂലക്കൽ ഇരുന്നു കൊണ്ട് ഒരു പുസ്തകം വായിക്കുന്നത് എന്ന് ഒരു പെൺകുട്ടി കളിയാക്കിക്കൊണ്ട് ആ വ്യക്തിയോട് പറയുകയാണ്. അങ്ങനെ കഥകൾ അങ്ങനെ മുന്നോട്ട് പോവാണ്. അങ്ങനെ പോയി ഭാവിയിൽ കുറെ കാലങ്ങൾക്ക് ശേഷം ഈ നെപ്പോളിയൻ ഫ്രാൻസിലെ ചക്രവർത്തി ആയതിന്റെ ശേഷം നെപ്പോളിയൻ അന്ന് എന്നെ കളിയാക്കിയിരുന്ന ആ കുട്ടിയെ തേടിപ്പോയി. അങ്ങനെ ആ കുട്ടിയുള്ള സ്ഥലത്ത് പോയി കുട്ടിയെ കണ്ടുപിടിച്ചു. കുട്ടിയോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഞാനാണ് ഫ്രാൻസിലെ ചക്രവർത്തി നെപ്പോളിയൻ. അന്ന് നീ എന്നെ കളിയാക്കിയില്ലേ? ഞാൻ വായിക്കുമ്പോ എന്നെ കളിയാക്കിയ ആ കുട്ടിയല്ലേ നീ? ആ വ്യക്തി ഞാനാണ്. ഞാനിപ്പോൾ ഫ്രാൻസിലെ ചക്രവർത്തിയാണ്. ഞാൻ അന്ന് വായനയിൽ മുഴുകി പല കാര്യങ്ങളും കണ്ടുപിടിച്ചു, പല രീതിയിലുള്ള യുദ്ധമുറകൾ പഠിച്ചു. അങ്ങനെ മുന്നോട്ട് പോയത് കൊണ്ടാണ് ഞാൻ ഫ്രാൻസിലെ ചക്രവർത്തി ആയത് എന്നതൊക്കെ പിന്നെ നെപ്പോളിയനെ കുറിച്ചൊരു കഥ പറയാണ്. അതുകൊണ്ട് റീഡിങ് ഒരു പ്രധാനപ്പെട്ട എബിലിറ്റി തന്നെയാണ്. വായന കുറയുന്നവന് സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇന്നൊക്കെ നമുക്കൊരു 5 മിനിറ്റ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ചില പ്രാസംഗികന്മാരൊക്കെ നമ്മൾ കണ്ടില്ലേ, നന്നായിട്ട് പ്രസംഗിക്കും. ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണ്? വായന തന്നെയാണ്. അല്ലാത്തവന്റെ പ്രസംഗം 1-2 പ്രാവശ്യം നമ്മൾ കേൾക്കൂ, പിന്നെ മൂന്നാമത്തെ പിന്നെ അയാളത്തെ പ്രസംഗത്തിന് നമ്മൾ പോവില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വായന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദൈനംദിനമായിട്ട് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മാർഗം ഒന്ന് റീഡിങ് ബുക്സ് ആണ്. മറ്റൊന്ന് വാച്ച് എഡ്യൂക്കേഷണൽ വീഡിയോ, വിദ്യാഭ്യാസപരമായിട്ടുള്ള വീഡിയോകൾ കാണുക. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഡെയിലി നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരുപാട് നോളജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എഡ്യൂക്കേഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് വീഡിയോസുകൾ ഉണ്ട്. ആ വീഡിയോസുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അറിവ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. എവിടെയാണ് വിദ്യാഭ്യാസ അവസരങ്ങൾ ഉള്ളത്, എവിടെയാണ് വൊക്കേഷൻസ് ഉള്ളത്. ഇപ്പൊ നമ്മൾ ക്വാളിഫൈ ചെയ്തുള്ള ഒരാളായത് ഒരു കാര്യം, ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, +2 കഴിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. എവിടെയാണ് അതിനനുസരിച്ചുള്ള കോഴ്സുകൾ ഉള്ളത്, ജോബുകൾ ഉള്ളത്, കരിയർ ഉള്ളത്, എംപ്ലോയ്മെന്റ് ഉള്ളത്, അതിന്റെ വേക്കൻസി എവിടെ ഉള്ളത് എന്ന് നമ്മൾ അറിയണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രാധാന്യമുള്ള വീഡിയോ നമ്മൾ കാണേണ്ടതുണ്ട്, അത് സെർച്ച് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ബുക്സുകൾ വായിക്കുക, ലേറ്റസ്റ്റ് വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുക. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നോളജ്, എസ്പെഷ്യലി ജനറൽ നോളജ്, ക്യാൻ ബി ഇംപ്രൂവ്ഡ്. അത് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. യെസ്. മറ്റൊന്ന്, നാലാമത്തെ, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് ആണ്. അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. പ്രതി ഇന്നത്തെ കാലത്ത് നമ്മുടെ യഥാർത്ഥ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെ? പ്രത്യേകിച്ച് നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് മൊബൈൽ മാനിയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? ഇഷ്ടംപോലെ സമയത്ത് മൊബൈൽ, രാത്രി 12 മണി, 1 മണി, 2 മണി വരെയൊക്കെ മൊബൈൽ ഉപയോഗിച്ച് അങ്ങനെ കാണുകയാണ്. അത് കുട്ടികൾ മാത്രമൊന്നുമല്ല, മുതിർന്നവരും, അറിവില്ലാത്തവർ മാത്രമല്ല, അറിവുള്ളവരും. അതുകൊണ്ട് നമ്മൾ നല്ലൊരു പൊസിഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കണം. നമ്മളെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ഉള്ളത് അതിൽ നിന്ന് നമ്മൾ വേറിട്ട് നിൽക്കണം, അല്ലെ? ശ്രദ്ധ തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഇഷ്ടം പോലെ, ഇന്ന് ഡിസ്ട്രാക്ഷൻസേ ഉള്ളൂ. ആ ഡിസ്ട്രാക്ഷൻസിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പോകുമ്പോ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക. ദാറ്റ് ഈസ് എ ബിഗ് പവർ.
അത് വളരെ വലിയൊരു ശക്തിയാണ്. എല്ലാ ആളുകളും കള്ളുഷാപ്പ് പോവാണ്. ഞാൻ അതിന്റെ കൂടെ പോവില്ല. ഞാൻ മാറി നിൽക്കുകയാണ്. എല്ലാ ആളുകളും വെറുതെ അലസമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഉല്ലാസത്തിലാണ് 24 hours. പക്ഷെ ഞാനില്ല. ഞാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് വായിക്കേണ്ട കാര്യങ്ങൾ വായിക്കുന്നു, വിദ്യാഭ്യാസ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പുതിയ പുതിയ എംപ്ലോയ്മെന്റ് വൊക്കേഷൻസ് എവിടെയാണെന്നുള്ളത് കണ്ടെത്തുന്നു, പുതിയ കോഴ്സുകളെ കുറിച്ച് പഠിക്കുന്നു, പുതിയ ഏരിയകളെ കുറിച്ച് മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ള എന്തെങ്കിലും ഇഷ്ടം പോലെ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ഉള്ളത് അതിൽ നിന്നെല്ലാം ഞാൻ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് നല്ല ഒരു കരിയർ പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്നാണ് ഡെവലപ്പ് സ്കിൽസ്. സ്കില്ലുകൾ ആർജിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് വെറുതെ ഒന്നും ഒരു ജോലി കിട്ടൂല. അത് ആ കാര്യം ഇപ്പൊ ആരും പഠിക്കണം. കേവലം ഒരു A+ കൊണ്ട് മാത്രം ഡിഗ്രി നേടുക അല്ലെങ്കിൽ ജോലി നേടുക എന്നുള്ളത് ഇറ്റ് ഈസ് ടു ഇമ്പോസിബിൾ. അത് സാധ്യമല്ല. ഇന്ന് സ്കില്ല് വളരെ പ്രധാനമാണ്. സ്കില്ല്, നോളജ് പ്ലസ് സ്കിൽ, ഇറ്റ് ഈസ് ഈക്വൽ ടു സക്സസ് എന്നാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ജോബ് എന്നാണ്. അറിവ് കൊണ്ട് മാത്രം ഒരാള് ജോലി നേടുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സ്കില്ല് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഫോർമൽ എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം ഒരാൾക്ക് ജോബ് നേടാൻ പറ്റുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുപാട് ആളുകൾ സ്കില്ല് കൊണ്ട് മാത്രം ഡെവലപ്പ് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ. നമുക്കറിയാം നമ്മുടെ ബിൽ ഗേറ്റ്സ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബിൽ ഗേറ്റ്സ് രക്ഷപ്രഭുവാണ് നമ്മുടെ ഇന്ത്യയില്. ബിൽ ഗേറ്റ്സ് ഒരിക്കൽ ബിൽ ഗേറ്റ്സ് പറയുകയുണ്ടായി, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ? ഒരിക്കൽ ബിൽ ഗേറ്റ്സ് പറയുകയുണ്ടായി ഇങ്ങനെ, ഐ ഫെയിൽഡ് ഇൻ സം സബ്ജക്ട്. ഞാൻ ചില വിഷയങ്ങളിൽ പരാജയപ്പെട്ടു. ബട്ട് മൈ ഫ്രണ്ട് പാസ് ഇൻ ഓൾ സബ്ജക്ട്. എന്നാൽ എന്റെ സുഹൃത്തുക്കള് എല്ലാ വിഷയത്തിലും വിജയിച്ചു. They are only the engineers. In my office. They are only the engineers of Microsoft. പക്ഷെ എല്ലാ വിഷയത്തിലും വിജയിച്ച അവര് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ ആ ഒരു സ്ഥാപനത്തിന്റെ അധിപനായ ഞാൻ, അല്ലെങ്കിൽ എന്റെ കമ്പനിയിലെ എഞ്ചിനീയേഴ്സ് മാത്രമാണ് അവർ. പക്ഷെ ഞാനാരാ? ഐ ആം ദി ഓണർ ഓഫ് മൈക്രോസോഫ്റ്റ്. ഞാൻ ആരാണ്? മൈക്രോസോഫ്റ്റിന്റെ ഓണറാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് ചില വിഷയത്തിൽ പരാജയപ്പെട്ട ആളാണ്. എന്റെ സുഹൃത്തുക്കൾ എല്ലാ വിഷയത്തിലും നല്ല ഹൈടെക് മാർക്കാണ്. ആ മാർക്ക് നേടിയ പല ആളുകളും എന്റെ ഓഫീസിലെ എഞ്ചിനീയേഴ്സ് മാത്രമാണ്. പക്ഷെ ഞാനാരാ? ഐ ആം ദി ഓണർ ഓഫ് മൈക്രോസോഫ്റ്റ്. അതുകൊണ്ട് പഠിച്ചത് കൊണ്ട് പഠനം അത്യാവശ്യമാണ്, മാർക്ക് ആവശ്യമാണ്, അത്യാവശ്യമാണ്, അതൊക്കെ ശരി. പക്ഷെ അതുകൊണ്ട് മാത്രം ജോബ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പൊ ജോബ് കിട്ടാൻ പറ്റിയ ഒരു ഭാഗം മാത്രമാണ് അറ്റൈനിങ് സ്കോർ ഓർ മാർക്ക് എന്ന് പറയും. അപ്പൊ ഡെവലപ്പ് സ്കിൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് സ്കിൽസ്, വേരിയസ് ടൈപ്സ് ഓഫ് സ്കിൽ, പലതരത്തിലുള്ള നൈപുണികൾ നമ്മൾ വികസിപ്പിച്ചെടുക്കണം. ആ സ്കില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ജോബ് കിട്ടാൻ അല്ലെങ്കിൽ നല്ലൊരു കരിയറിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, സ്കില്ലാണ്, നൈപുണിയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എന്താ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ? വിവിധ ഭാഷയിലുള്ള നൈപുണ്യം. പക്ഷെ നമ്മൾ മലയാളികളായ നമ്മുടെ ഒരു ഭാഷ ഇന്ന് എന്താന്ന് ചോദിച്ചാൽ അബദ്ധവശാൽ നമ്മളൊക്കെ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ല് മാത്രമാണ്. നോ, അത് മാത്രമല്ല. അതോടൊപ്പം തന്നെ മറ്റു ഭാഷ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കൊടുക്കേണ്ട സാധനമാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ പോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട സാധനമാണ് ഹിന്ദി കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഉത്തരേന്ത്യയിലൊക്കെ ഒരു ജോബിന് പോയിട്ടുണ്ടെങ്കിൽ, ഉത്തരേന്ത്യയിലൊക്കെ നമ്മളൊരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിൽ, ഉത്തരേന്ത്യയിലൊക്കെ നമ്മളൊരു ഏരിയയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബീഹാർ തുടങ്ങിയിട്ടുള്ള എന്താ പറയാ സാക്ഷരതയിൽ പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകളിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അവിടെ നമുക്ക് ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ ഇഫക്റ്റീവ് ആവുക ഹിന്ദിയാണ്. അപ്പൊ അതുകൊണ്ട് പല പ്രധാനപ്പെട്ട ചില ഭാഷകള് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് ഇംഗ്ലീഷ്, ആ കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇംഗ്ലീഷ്, ബിക്കോസ് ഇംഗ്ലീഷ് ഇസ് എൻ ഇന്റർനാഷണൽ ലാംഗ്വേജ്, ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്, ഇറ്റ് ഈസ് കമ്പൽസറി. മറ്റൊന്ന് ഹിന്ദി, മറ്റൊന്ന് മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ ഭാഷകളായിട്ടുള്ള മറ്റു ഭാഷകളും കൂടി നമുക്ക് ഏതെങ്കിലുമൊക്കെ 1-2 പരിചയങ്ങൾ ഉണ്ടെങ്കിൽ, ഇൻക്ലൂഡിങ് അറബിക് ആൾസോ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട
പിന്നെ ലാംഗ്വേജുകൾ പരിചയമുണ്ടെങ്കിൽ നമുക്ക് പുറത്തു പോകാനൊക്കെ വളരെയധികം നല്ലതാണ്. പല ജോബുകൾ നമുക്ക് അറ്റൈൻ ചെയ്യാൻ എളുപ്പമാർഗമാണ് ഡെവലപ്പിംഗ് സ്കിൽസ്. ആ സ്കില്ല് ഡെവലപ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. സ്കില്ലിൽ വരുന്ന മറ്റൊരു സ്കില്ലാണ് കമ്പ്യൂട്ടർ സ്കില്ല്. ഇന്നിപ്പോ ജോബ്, നല്ലൊരു ജോബിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നോളജ് അറിയാത്ത ഒരാൾക്ക് എത്താൻ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഓഫീസുകളിലൊക്കെ ഇപ്പൊ ഒരു ജോലി, സാധാ ചെറിയ ഒരു ക്ലറിക്കൽ വർക്ക് എടുക്കണമെങ്കിൽ പോലും കമ്പ്യൂട്ടർ നിർബന്ധമാണ്. കമ്പ്യൂട്ടർ അറിയാത്തവന് സത്യത്തില് എന്താ പറയാ അല്ലെ, സാധാരണ നമ്മള് നാടൻ ഭാഷയിലൊക്കെ പോണെന്ന് അറിയില്ലേ, ഒന്നും അറിയാത്തവെന്ന് പറയും. ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പൊ കുറച്ച് മുന്നേ ഒന്നും അത്ര വലിയ പ്രശ്നമല്ല. അപ്പൊ അത് കമ്പ്യൂട്ടർ സ്കില്ല് വളരെ പ്രധാനമാണ്. ഇന്ന് താഴ്ന്ന ക്ലാസ്സുകളിൽ തന്നെ കമ്പ്യൂട്ടർ നോളജുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അത് പോരാ. നമ്മൾ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സുകൾക്കൊക്കെ ജോയിൻ ചെയ്യാം. അതിലൂടെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സോഫ്റ്റ്വെയർ സ്കില്ലുകൾ, ഹാർഡ്വെയർ സ്കില്ലുകളൊക്കെ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സ്കില്ലുകളൊക്കെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നമുക്ക് ഏത് ജോബിലും നമ്മളെ ഒന്ന് സപ്ലിമെന്റ് ആക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കമ്പ്യൂട്ടർ. ഏത് ജോബിലും നിങ്ങൾ ഏത് ജോബാണെങ്കിലും ആ ജോബ്, പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ലോകത്ത് പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഇപ്പൊ വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഡെവലപ്പ് ചെയ്തു പോയി. പല ഇന്റർനാഷണൽ കമ്പനികളും വർക്ക് അറ്റ് ഹോം ആണ്, വീട്ടിൽ നിന്ന് ജോലി ചെയ്യുക. ആ കമ്പനിയുടെ പല കാര്യങ്ങളും വീട്ടിൽ വെച്ച് തന്നെ ചെയ്യുക. ഇന്നിപ്പോ അതാണല്ലോ. ഇപ്പൊ ഗൾഫിലൊക്കെ വിദേശ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ UK യൂറോപ്യൻ കൺട്രീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ ഇവിടെ വരുന്ന ജോലി ചെയ്യാണ്. അവിടുത്തെ ജോലി ഇവിടുത്തെ ചെയ്യാണ്. എന്തുപയോഗിച്ച്? വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവര് ഇവിടെ ഇരുന്നു കൊണ്ട് അവർ ജോലി ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് ഡേ ടു ഡേ നമ്മുടെ ജോബില് കൃത്യമായിട്ട് കൊണ്ടുവരേണ്ട ഒരു സാധനമാണ് കമ്പ്യൂട്ടർ നോളജ്. ഇറ്റ് ഇസ് അനദർ എസെൻഷ്യൽ. ഹലോ, കണ്ടിന്യൂ ചെയ്തു സാറേ, കുഴപ്പമില്ല. അതാരാ സംസാരിക്കണേ? കണ്ടിന്യൂ ചെയ്തു, അത് മിസ്റ്റേക്ക് വന്നായിരിക്കും. ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ജോബിൽ നിർബന്ധമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സ്കില്ല് വളരെ അത്യാവശ്യമാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു സ്കില്ലുകളാണ് പ്രോബ്ലം സോൾവിങ് സ്കില്ലുകൾ. പല പ്രശ്ന പരിഹാര സ്കില്ലുകളൊക്കെ നമ്മൾ അറ്റൈൻ ചെയ്യുക. എന്തായാലും പലതരത്തിലുള്ള നൈപുണികൾ സ്വായത്തമാക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഒരു ബെറ്റർ കരിയർ ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്നാണ് ബെറ്റർ സ്കില്ലുകൾ അറ്റൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇങ്ങനെയുള്ള ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും കരിയർ ഫോക്കസിലേക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നല്ലൊരു കരിയർ നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 4-5 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്ന്, നല്ലൊരു ഗോൾ ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത്, നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ തിരിച്ചറിയണം. സ്ട്രെങ്ത് തിരിച്ചറിയാതെ നമ്മൾ എവിടേക്ക് പോയിട്ടും കാര്യമില്ല. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, നമ്മുടെ നോളജ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നിലവിലുള്ള അറിവ് വെച്ചുകൊണ്ടിരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല. ബുക്സുകൾ വായിച്ചുകൊണ്ട്, വീഡിയോ കണ്ടുകൊണ്ട്, പല കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അറിവുകൾ ഡേ ടു ഡേ നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി അപ്ഡേഷൻ നമ്മൾ വരുത്തിക്കൊള്ളണം. മറ്റൊന്ന്, ഡിസ്ട്രാക്ഷൻസ്, നമ്മളെ ശ്രദ്ധ തിരിക്കുന്ന കാര്യത്തിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വിട്ടുനിൽക്കണം. മറ്റൊന്ന്, നമ്മളെ നൈപുണികൾ നിർബന്ധമായിട്ട് വികസിപ്പിക്കണം. നൈപുണികളിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 എണ്ണമാണ്. ഒന്ന് കമ്പ്യൂട്ടർ സ്കില്ലും മറ്റൊന്ന് ലാംഗ്വേജ് സ്കില്ലും. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ മാക്സിമം നമുക്ക് ഒരു കരിയർ പ്ലാനിങ് അല്ലെങ്കിൽ കരിയർ ഫോക്കസിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. നല്ലൊരു ബെറ്റർ കരിയറിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് SSLC കഴിഞ്ഞു, പ്രത്യേകിച്ചും +2 കഴിഞ്ഞ ആളുകളാണ് പ്രധാനമായിട്ടും ഈ കോഴ്സുകളിലേക്ക്, ജോലി എന്നുള്ളൊരു കോൺസെപ്റ്റിന്റെ ബേസിലേക്ക് പോകുന്ന ആളുകൾ പ്രധാനമായിട്ടും +2 ആണ്. ഇന്നിപ്പോ നമ്മുടെ കേരളത്തിലൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ കുറെ കാലങ്ങൾക്ക് മുമ്പായിട്ടുണ്ടെങ്കിലും ഇന്ന് കേരളത്തിലൊക്കെ മിനിമം വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് +2 ആയി മാറിക്കഴിഞ്ഞു. SSLC എന്ന് പറയുന്ന സാധനം എടുത്തുപോയി. ഇപ്പൊ SSLC എന്ന് പറയുന്നത് കേവലം ഒരു +1 അഡ്മിഷൻ കിട്ടാനുള്ള ഒരു മാധ്യമമായിട്ട് മാത്രമായി ചുരുങ്ങി കഴിഞ്ഞു. അപ്പൊ +2 ഇപ്പോ മിനിമം വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ഇപ്പോ സർക്കാരുകളാണെങ്കിലും പ്രൈവറ്റ് കമ്പനികളാണെങ്കിലും ഒക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ +2 കഴിഞ്ഞ കുട്ടികള്, പ്രത്യേകിച്ച് അവരൊക്കെ ഇപ്പൊ കൂടുതൽ, ഇപ്പൊ നേരത്തെ സാബു സാർ പറഞ്ഞ പോലെ ഇപ്പൊ വെക്കേഷൻ ആണ്. എല്ലാവരും +2 പരീക്ഷകള്, CBSE സ്റ്റേറ്റ് സിലബസ്, ICSE സിലബസിലെ പരീക്ഷകളിലെ കുട്ടികളൊക്കെ ഇപ്പൊ പരീക്ഷ എല്ലാം എഴുതി കഴിഞ്ഞ് അവരൊക്കെ റിസൾട്ട് വെയിറ്റിംഗിലാണ്.
കേവലം സത്യത്തിൽ നമ്മളെ കുട്ടികള് റിസൾട്ട് അവര് കാത്തിരിക്കേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ. റിസൾട്ട് ആ സമയമാകുമ്പോൾ വന്നോളും. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കുട്ടികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ റിസൾട്ട് ഇപ്പൊ അവര് ഇങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആ റിസൾട്ട് പറഞ്ഞ ഡേറ്റിൽ എന്തായാലും അത് ഇറങ്ങും. പക്ഷേ അതിന് ശേഷം നിർബന്ധമായിട്ടും ആ മാർക്ക് വെച്ചുകൊണ്ട് അടുത്ത തുടർ പഠന മേഖലയിലേക്കോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കോ ഒരു ജോബ് ഓറിയന്റഡ് മേഖലയിലേക്കോ നമ്മുടെ കുട്ടികൾ പോവേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ഏതെല്ലാം കോഴ്സുകളാണ് ഒരു പ്ലസ് 2 കഴിഞ്ഞ കുട്ടികൾ എത്തിപ്പിടിക്കാൻ പറ്റുന്നത് എന്ന് ഒരു ജനറൽ ഔട്ട്ലുക്ക് 7:40 ആയില്ലേ സാറേ? 7:40 ആയില്ലേ? ആ ജനറൽ ആയിട്ട് ഒരു വ്യൂ പോയിന്റ് ഞാൻ തരും. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞ് അതിന്റെ ഓരോ കോളേജുകളൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് അതിന്റെ ഒരു ഫുൾ സ്ട്രെങ്ത്തിലേക്ക് കിട്ടുക. പക്ഷെ അതൊരിക്കലും നമുക്ക് ജനറൽ ആയിട്ട് പറയുമ്പോൾ കഴിയില്ല. കാരണം സയൻസിലെ കുട്ടികളുണ്ടാവും, ഹ്യൂമാനിറ്റീസിലെ കുട്ടികളുണ്ടാവും, കൊമേഴ്സിലെ കുട്ടികളുണ്ടാവും. ഈ 3 സ്ട്രീമാണല്ലോ പൊതുവെ നമ്മൾ പ്രാകൃതമായിട്ട് നമ്മൾ കാണുന്ന 3 സ്ട്രീമുകൾ. ഏതായാലും പൊതുവെ നമ്മുടെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രത്യേകിച്ച് ഇപ്പോ നമ്മുടെ നാഷണൽ വൈസ് ആയിട്ടുള്ള പല ടെസ്റ്റുകളുടെയും അപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഉദാഹരണമായിട്ട് CUT, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, +2 പഠിക്കുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ +2 കഴിഞ്ഞ ആളുകൾക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന്റെ ഡേറ്റ് കഴിഞ്ഞു. പല കുട്ടികളും ഇപ്പോൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അവര് അടുത്ത എൻട്രൻസ് ടെസ്റ്റിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ JEE എക്സാമിനേഷൻ, നീറ്റ് എക്സാമിനേഷൻ, കീം തുടങ്ങിയിട്ടുള്ള പരീക്ഷകൾക്കൊക്കെ അപ്ലിക്കേഷന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. ഈ വർഷത്തെ 2026 കഴിഞ്ഞു. അതിന്റെ പരീക്ഷകൾ ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിപ്പോ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഇതിലപ്പുറം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്കിവിടെ നോക്കാൻ പറ്റുന്നത്. അതിലൊന്ന് പ്രധാനമായിട്ടും ഡിഗ്രി കോഴ്സുകളാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന നോർമൽ ഡിഗ്രി കോഴ്സുകളാണ്. മറ്റു രീതിയിൽ പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല ഡിഗ്രി കോഴ്സുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല. ആ ഡിഗ്രി കോഴ്സിൽ ഒന്ന് BA, BSc, BCom, BBA, അതോടൊപ്പം തന്നെ BCA. ഇങ്ങനെ പ്രധാനമായിട്ടും 5 പ്രധാനപ്പെട്ട മേഖലയിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഇത് സത്യത്തില് BA, BSc, BCom, BBA, അതോടൊപ്പം തന്നെ BCA കോഴ്സുകളിലേക്ക് നമ്മുടെ +2 പാസ്സായ കുട്ടികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. പൊതുവെ നമ്മൾ ഈ സയൻസ് വിദ്യാർത്ഥികൾ കൂടുതലും അപേക്ഷിക്കുന്നത് BScകൾക്കായിരുന്നു, BSc കോഴ്സുകളിലേക്ക്. BSc കോഴ്സ് അതിലേക്കാണ് സയൻസ് വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് അപേക്ഷിക്കുന്നത്, BSc അതോടൊപ്പം തന്നെ BCA കോഴ്സുകളിലേക്ക്. ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് BA, ബാച്ചലർ ഓഫ് ആർട്സ്, അതിൽ ഒരുപാട് BA കോഴ്സുകളിലേക്ക് BA ഹിസ്റ്ററി, BA എക്കണോമിക്സ്, BA സോഷ്യോളജി, BA പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയിട്ടുള്ള BA സൈക്കോളജി തുടങ്ങിയ ഒരുപാട് കോഴ്സുകളുണ്ട്. അതിലേക്ക് അവർക്ക് +2 പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ അവർക്ക് അത്തരം കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. BA ഇംഗ്ലീഷ് ഉണ്ട്. നമ്മുടെ എല്ലാ കുട്ടികളും സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് കുട്ടികൾ ധാരാളമായിട്ട് ഇന്ന് പോകുന്ന ഒരു കോഴ്സാണ് BA ലിറ്ററേച്ചർ അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് എന്ന് പറയുന്ന കോഴ്സ്. അതിലെല്ലാ കുട്ടികളും സാധാരണയായിട്ട് പോവാറ്. കൊമേഴ്സ് വിദ്യാർത്ഥികൾ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് BCom, ബാച്ചലർ ഓഫ് കൊമേഴ്സ് എന്ന് പറയും. മറ്റൊന്നാണ് BBA, ബിസിനസ്സിലൊക്കെ താല്പര്യമുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ BBA അതോടൊപ്പം തന്നെ അതിന്റെ PG ലെവൽ MBA ഒക്കെ എടുത്തുകൊണ്ട് ബിസിനസ് മേഖലയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക്, ഒരു HR ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഹൈ പോസ്റ്റിലൊക്കെ ഇരിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, MBA ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവരെടുക്കുന്ന ഒരു ഡിഗ്രി കോഴ്സാണ് ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ BBA എന്ന് പറയും. മറ്റൊന്നാണ് BCA, കമ്പ്യൂട്ടർ കോഴ്സിൽ വളരെയധികം താല്പര്യമുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കമ്പ്യൂട്ടർ കോഴ്സിൽ ഒരു ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, BSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന മറ്റൊരു കോഴ്സാണ് BCA എന്ന് പറയുന്നത്. അപ്പൊ ഡിഗ്രി തലത്തിൽ ഈ പറയുന്ന കോഴ്സുകളിലേക്കൊക്കെ കുട്ടികൾക്ക് അപേക്ഷിക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളൊക്കെ ഇന്ന് ഡിഗ്രി കോഴ്സുകൾ അഡ്മിഷൻ കംപ്ലീറ്റ് +2 മാർക്കിന്റെ ബേസിലാണ്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ, പ്രത്യേകിച്ച് നമ്മുടെ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒഴിച്ച് ബാക്കി കേരളത്തിലെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള ഒന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, നമ്മുടെ നമ്മുടെ എന്താണ് കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ +2 കുട്ടികളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ
ഈ പറയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ പിന്നെ അഡ്മിഷൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കാൾ ഫോർ ചെയ്യും. അത് പൂർണ്ണമായിട്ടും മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. കേരളത്തിൽ ഇപ്പോഴും പിന്നെ എന്താ പറയാ നാഷണൽ എൻട്രൻസ് ടെസ്റ്റിലൂടെ ഡിഗ്രി തലത്തിലേക്കുള്ള അഡ്മിഷൻ ജനറലി വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ +2 കുട്ടികൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിലൂടെ ഈ പറയപ്പെടുന്ന കോഴ്സുകളിലേക്കൊക്കെ അപേക്ഷ നൽകാൻ സാധിക്കും. അതാണ് നോർമൽ ഡിഗ്രി കോഴ്സ്. മറ്റൊന്ന് പ്രൊഫഷണൽ കോഴ്സുകളാണ്. പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ ഡിമാൻഡ് കരിയർ എന്നാണ് ഈ പ്രൊഫഷണൽ കോഴ്സുകൾ പൊതുവെ പറയാറ്. ഹൈ ഡിമാൻഡ് കരിയറിൽ തന്നെ ഹൈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കോഴ്സുകളെയാണ് നമ്മൾ പ്രൊഫഷണൽ കോഴ്സുകൾ. അപ്പൊ ചില കുട്ടികളൊക്കെ പെട്ടെന്ന് ജോലി കയറണം. ഇന്നത്തെ പല കുട്ടികളും അങ്ങനെയാണ്. നമ്മളൊന്നും മാതിരിയല്ല. നമ്മളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കുറെ നമ്മളൊക്കെ കാലത്ത് അങ്ങനെയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ചും കൂടിയൊക്കെ പഠിക്കണം എന്നാണ്. ഇന്ന് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കുമ്പോഴേക്കും പെട്ടെന്ന് തൊഴിൽ കിട്ടണം. അത് ആ ഒരു കാലഘട്ടം പിന്നെ കൂടുതലായിട്ട് ഇന്ന് കാണുന്നുണ്ട് കുട്ടികളുടെ. അപ്പൊ പെട്ടെന്ന് തൊഴിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നീക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കോഴ്സുകളാണ് +2 കഴിഞ്ഞ ശേഷം പോകാൻ പറ്റുന്ന കോഴ്സുകളാണ് പ്രൊഫഷണൽ കോഴ്സുകൾ. പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രധാനമായിട്ടും മെഡിക്കൽ ഫീൽഡിലാണ് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MBBS, BDS, അതോടൊപ്പം തന്നെ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. അതിലേക്കാണ് കുട്ടികൾക്ക് പോകാൻ പറ്റും. MBBS, BDS അതൊക്കെ നാഷണൽ ലെവലിലെ ടെസ്റ്റുകൾ, സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നടക്കുന്നത്. ആ ടെസ്റ്റുകൾ ജനറലി ഉള്ള ടെസ്റ്റിന്റെ ടൈമൊക്കെ ഇപ്പൊ കഴിഞ്ഞു. അവരൊക്കെ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വരിക. പ്രധാനമായിട്ട് കീം, നീറ്റ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ്. JEE പിന്നെ പരീക്ഷകളാണ്. അപ്പൊ അത്തരം പരീക്ഷകളിൽ അപേക്ഷ കൊടുക്കലാണ് അത്തരം താല്പര്യമുള്ള കുട്ടികൾക്ക് ചെയ്യേണ്ടത്. പിന്നെ മെഡിക്കൽ മേഖലയിലേക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് ഇനിയിപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്നത് LBS ജൂൺ ജൂലൈ മാസങ്ങളില് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിക്കും സർക്കാർ. അത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അത് വിളിക്കും. അപ്പൊ അതിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും അപേക്ഷ കൊടുക്കും. മെഡിക്കൽ ഫീൽഡിലേക്ക് മെഡിക്കൽ അനുബന്ധ കോഴ്സ് എന്ന് അതിനെ പറയാം. മെഡിക്കൽ റിലേറ്റഡ് കോഴ്സസ്, പാരാമെഡിക്കൽ കോഴ്സ് അത് ജൂണിൽ കാൾ ഫോർ ചെയ്യും. അതിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് അപേക്ഷ കൊടുക്കാം. പിന്നെ അപ്പൊ അതാണ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗിലാകുമ്പോൾ പ്രധാനമായിട്ട് BTech ആൻഡ് BE ആണ്. BE ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ബാച്ചലർ ഓഫ് ടെക്നോളജി. ഇതാണ് പിന്നെ എഞ്ചിനീയറിംഗിലെ പ്രധാനപ്പെട്ട കോഴ്സുകൾ. അപ്പോ അതിന് താല്പര്യമുള്ള കുട്ടികൾക്ക് അതിലേക്ക്. പിന്നെ ഇപ്പൊ BTech ഒക്കെ ഇഷ്ടംപോലെ കോളേജുകൾ ഉണ്ട്. ഇപ്പോൾ BTechന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ JEE പിന്നെ കീം തുടങ്ങിയുള്ള കാര്യങ്ങൾ തന്നെ നോക്കണമെന്നൊന്നുമില്ല. BTechൽ അത്ര താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് പ്രൈവറ്റിൽ തന്നെ ഇഷ്ടം പോലെ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന പ്രൈവറ്റ് കോളേജുകളും അവൈലബിൾ ആണ്. അത് ഇവിടെ തന്നെ കറങ്ങി കുറെ പൈസയും കൊടുത്ത് പോകണമെന്നില്ല. പിന്നെ പുറത്തേക്കൊക്കെ പോകാൻ താല്പര്യമാണെങ്കിൽ നേരിട്ട് നമ്മൾ അവിടെ പോയി നേരിട്ട് പോവുക. അവിടെ ഒരിക്കലും നമ്മൾ ഈ ഏജൻസി മുഖേന പോകരുത്. നേരിട്ട് നമ്മൾ സൈറ്റിലടിച്ച് അവർ അഡ്രസ്സ് എടുത്ത് നേരെ തമിഴ്നാട് ചെന്ന് കോയമ്പത്തൂർക്കൊക്കെ ഇഷ്ടം പോലെ നമ്മളെ കുട്ടികൾ ഇവിടുന്ന് പോകുന്നുണ്ട്. കാരണം നമുക്ക് എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരം പോകുന്ന അത്ര റിസ്ക് ഇല്ല ഇവിടുന്ന് കോയമ്പത്തൂർ പോകാൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിലൂടെയും അവർക്ക് നേരിട്ട് പ്രൈവറ്റ് കോളേജുകൾ തന്നെ വളരെ കൃത്യമായിട്ട് പിന്നെ സ്പെസിഫിക് ആയിട്ട് നടത്തുന്ന ഒരുപാട് പ്രൈവറ്റ് കോളേജുകൾ നമുക്ക് കേരളത്തിന് പുറത്ത് കാണാൻ സാധിക്കും. ഓക്കെ. പിന്നെ അപ്പോൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കോഴ്സുകൾ അതാണ്. പിന്നെ മറ്റൊന്നാണ് പ്രൊഫഷണൽ കോഴ്സ് മാത്രമാണ് ഈ മേഖലയിൽ ഇപ്പൊ പറയുന്നത് പ്രൊഫഷണൽ കോഴ്സാണ്. പിന്നെ മറ്റൊന്നാണ് CA. കൊമേഴ്സ് പഠിച്ച കുട്ടികൾക്ക് +2 കഴിഞ്ഞ കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ് CA. ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയും. CA ആണ്. അപ്പൊ CA പിന്നെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ പരീക്ഷകളുണ്ട്. അതിന് താല്പര്യമുള്ള കുട്ടികൾക്ക് +2 കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് CA കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നന്നായിട്ട് പിന്നെ വർക്ക്ഔട്ട് ചെയ്യാനുണ്ടാവും. ഫീൽഡ് വർക്ക് ഇഷ്ടം പോലുള്ള ഒരു സംഗതിയാണ് CA എന്ന് പറയുന്നത്. കേവലം ഒരു പുസ്തകം എടുത്ത് വായിക്കൽ മാത്രമല്ല, ഫീൽഡ് വർക്ക് കാര്യമായിട്ട് ഉണ്ടാകും. കൊമേഴ്സ് മേഖലയിൽ ഏറ്റവും ഹൈടെക്കിൽ നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ് പിന്നെ CA എന്ന് പറയുന്നത്. മറ്റൊന്ന് CS ആണ്, കമ്പനി സെക്രട്ടറി. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചില കമ്പനികൾ ശമ്പളം കൊടുക്കുന്ന ഒരു തസ്തികയാണ് കമ്പനി സെക്രട്ടറി. CS എന്ന് പറയും, കമ്പനി സെക്രട്ടറി. അതിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് അല്ല കൊമേഴ്സ് തന്നെ സയൻസുകാർക്കും അതിലേക്ക് പോവാം. പക്ഷെ കൊമേഴ്സുകാരാകുമ്പോൾ അവർക്ക് അതിന്റെ ബേസ് ഓൾറെഡി ഉണ്ട് എന്നർത്ഥം. ഇപ്പൊ സയൻസ് വിദ്യാർത്ഥികളും ഇഷ്ടംപോലെ CA, CMA, CS കോഴ്സുകളിലേക്ക് പോകുന്നുണ്ട്. ഹ്യൂമാനിറ്റീസുകാർക്കും പോവാം. അപ്പൊ അങ്ങനെ പോകും. പിന്നെ മറ്റൊന്ന് ഒരു പ്രൊഫഷണൽ കോഴ്സാണ് LLB, ലോ കോഴ്സസ്. നിയമ പരിജ്ഞാനത്തിലേക്ക് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിയമ കോഴ്സ്, LLB, LLM കോഴ്സുകളിലേക്ക്. ഇപ്പൊ +2 കഴിഞ്ഞാൽ LLBക്ക് പോവുകയാണെങ്കിൽ 5 വർഷമാണ്. ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ LLBക്ക് പോകുന്നതെങ്കിൽ അത് 3 വർഷമാണ്. അപ്പോൾ പഞ്ചവത്സര LLB കോഴ്സുകളുണ്ട്. +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 5 വർഷത്തേക്ക്
കോഴ്സുകൾ LLB എടുക്കാം. ഡിഗ്രി കഴിഞ്ഞിട്ട് ധാരാളം ആൾക്കാർ പോകുന്നുണ്ട്. BCom LLB ഉണ്ട്, BSc LLB ഉണ്ട്, BA LLB ഉണ്ട്. LLBന്റെ പ്രത്യേകത അതാണ്, മൂന്നുണ്ട്. ആ 3 കാറ്റഗറിയിൽ ധാരാളം കുട്ടികൾ പോകുന്നുണ്ട്. BSc കഴിഞ്ഞാൽ LLBക്ക് പോകുന്നുണ്ട്, BCom LLBക്ക് പോകുന്നുണ്ട്, BA LLBക്ക് പോകുന്നുണ്ട്. അപ്പോ അങ്ങനെ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് കുട്ടികൾക്ക് പോകാവുന്നതാണ്. LLB ഇപ്പൊ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ ഉണ്ട് കേട്ടോ. ഇന്റഗ്രേറ്റഡ് LLM കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഡിഗ്രി പ്ലസ് PG രണ്ടിനും ഒറ്റ അഡ്മിഷനാണ്. അപ്പൊ അങ്ങനെ പിന്നെ നിയമ മേഖലയിലേക്ക് പോകുന്ന പിന്നെ കോമൺ ആയിട്ടുള്ള എൻട്രൻസ് പരീക്ഷയാണ് ക്ലാറ്റ് പരീക്ഷ കഴിയണം. കോമൺ ലോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും. ആ ക്ലാറ്റ് പരീക്ഷ എഴുതി പാസ്സായ കുട്ടികൾക്ക് സർക്കാർ കോട്ടയിലൂടെ LLBക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ LLB അത്ര ആഗ്രഹമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ LLB, അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഇഷ്ടം പോലെ LLB കോഴ്സുകൾ അവിടെ ഉണ്ട്. കുറച്ച് ഫീസ് കൊടുക്കേണ്ടി വരും, ഡൊണേഷനും കൊടുക്കേണ്ടി വരും. അപ്പൊ പിന്നെ അത്ര വലിയ ഡൊണേഷൻ ഒന്നും ഇല്ല, കാരണം ഇഷ്ടംപോലെ കോളേജുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കോഴ്സുകൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ LLBക്കൊക്കെ അന്വേഷണം നടക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ ഏറ്റവും നല്ല പീക്ക് ടൈമാണ് LLB. അവിടെ താല്പര്യമുള്ള രക്ഷിതാക്കളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങാവുന്നതാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ LLB കിട്ടണമെന്നുണ്ടെങ്കിൽ, സർക്കാർ തലത്തിൽ കിട്ടണമെങ്കിൽ എൻട്രൻസ് പരീക്ഷ എഴുതുക തന്നെ വേണം. അടുത്തതാണ് ഡിപ്ലോമ ആൻഡ് സ്കിൽ ബേസ്ഡ് കോഴ്സാണ്. ഇപ്പൊ നമ്മൾ ജനറൽ ഡിഗ്രി പറഞ്ഞു, പിന്നെ പ്രൊഫഷണൽ കോഴ്സുകൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളതാണ്, പിന്നെ പ്രൊഫഷണൽ കോഴ്സിൽ പറയാവുന്ന മറ്റൊരു ഭാഗമാണ് ടീച്ചിങ് ഫീൽഡിൽ താല്പര്യം ഉണ്ടെങ്കിൽ B.Ed കോഴ്സുകൾ, അതോടൊപ്പം തന്നെ DLED. പണ്ട് കാലത്ത് നമ്മൾ TTC എന്ന് പറയും, അതിപ്പോ DLED എന്നാണ് അതിന്റെ പേര്, ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ എന്നാക്കിയിട്ട് ഗവൺമെന്റ് മാറ്റിയിട്ടുണ്ട്. പണ്ട് നമ്മൾ TTC എന്നൊക്കെ പറയുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് TTC എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് TTC ആണ്, ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. അപ്പൊ ടീച്ചിങ് ഫീൽഡിലേക്ക് താല്പര്യമുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണ് B.Ed കോഴ്സുകൾ. പിന്നെ ഡിഗ്രി എടുക്കുക, അത് കഴിഞ്ഞിട്ട് B.Ed എടുക്കുക. പിന്നെ അതല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് തന്നെ LP UP തലങ്ങളിലൊക്കെ പഠിപ്പിക്കാൻ താല്പര്യമുള്ള, ടീച്ചിങ് ഫീൽഡിലേക്ക് താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കോഴ്സാണ് DLED കോഴ്സ് എന്ന് പറയും. അത് പിന്നെ എളുപ്പത്തിൽ പിന്നെ കുട്ടികൾക്ക് പാസ്സാകാവുന്നതാണ്. കുറെ വർക്കുകളാണ് അതിലുള്ളത്, 2 വർഷത്തെ പ്രാക്ടീസ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ പോകാം. ഇപ്പൊ B.Edഉം പണ്ട് 10 മാസത്തെ കോഴ്സാണ് B.Ed, പക്ഷെ ഇപ്പം B.Ed 2 വർഷത്തെ കോഴ്സാണ് B.Ed. അപ്പൊ B.Ed എടുക്കണം എന്നുണ്ടെങ്കിൽ ഡിഗ്രി നിർബന്ധമാണ്. എന്നാൽ പിന്നെ TTC എടുക്കണം അല്ലെങ്കിൽ DLED എടുക്കണം എന്നുണ്ടെങ്കിൽ B.Ed ആവശ്യമില്ല. +2 കഴിഞ്ഞ കുട്ടികൾക്ക് തന്നെ അതിലേക്ക് പോകാം. അതിന്റെ അഡ്മിഷനും കാര്യങ്ങളും അപേക്ഷ ഒക്കെ +2 റിസൾട്ട് വന്നതിന്റെ ശേഷമാണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഡിപ്ലോമ ആൻഡ് സ്കിൽ ബേസ്ഡ് കോഴ്സുകളാണ്. അപ്പൊ നമ്മൾ കുറെ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി മറ്റൊരു തരം കോഴ്സുകളാണ് ഡിപ്ലോമ കോഴ്സ്. ഡിപ്ലോമ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം കോഴ്സുകളാണ്. ഒരുപാട് ഡിപ്ലോമ കോഴ്സുകളുണ്ട്, നല്ല ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് പോളിടെക്നിക്. മറ്റൊന്ന് ITI-യിലൊക്കെ നല്ല നല്ല ട്രേഡുകളുണ്ട്, നല്ല നല്ല ട്രേഡുകൾ. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും, ITI. ആ നല്ല ഗവൺമെന്റ് തലത്തിൽ ITIക്ക് നല്ല ട്രേഡിലൊക്കെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലെയോ അല്ലെങ്കിൽ +2യിലേക്കോ നല്ല മാർക്ക് വേണം. ITIയിലേക്ക് ചേരാൻ +2 വേണമെന്നൊന്നുമില്ല, 10ാം ക്ലാസ് മതി. പക്ഷെ +2 കഴിഞ്ഞ ആളുകൾക്ക് ഒന്നുകൂടി അവിടെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. പോളിയിലേക്ക് ചേരാൻ സാധിക്കും, അത് ഗവൺമെന്റ് തലത്തിൽ തന്നെ പിന്നെ ചേരാൻ സാധിക്കും. കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ അപേക്ഷ പിന്നെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ വിളിക്കും. പോളിടെക്നിക്കും ITIയിലൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപേക്ഷ വിളിച്ചിട്ടില്ല, അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ അപേക്ഷ വിളിക്കും. പിന്നെ മറ്റൊരു കോഴ്സാണ് ആനിമേഷൻ കോഴ്സ്. ഗ്രാഫിക് ഡിസൈനിങ്, ഈ മേഖലയിലേക്ക് താല്പര്യമുള്ള ആൾക്കാർ, ഗ്രാഫിക് മേഖലയിലേക്ക്, ഡിസൈനിങ് മേഖലയിലേക്കൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ അതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് ഈ BArch എന്ന് പറയും. നമ്മൾ പിന്നെ എഞ്ചിനീയറിംഗിൽ BArch, ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ. നല്ല തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഡിസൈൻ മേഖലയിൽ എന്നൊക്കെ ദ വേൾഡ് ഓഫ് ഡിസൈൻ എന്നാണ്, ഇതൊക്കെ ഡിസൈൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിലേക്കൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ ഡിപ്ലോമ കോഴ്സ് 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തെ ചെറുകിട ഹ്രസ്വകാല കോഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നമുക്ക് അതിൽ ലഭിക്കും. അപ്പൊ അത് ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അതിലേക്ക് പിന്നെ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സുകളിലേക്ക് നമ്മുടെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് പോകാവുന്നതാണ്. മറ്റൊന്ന് +2 കഴിഞ്ഞ കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂജൻ കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കതറിയാം, ലക്ഷങ്ങൾ. ഇപ്പൊ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കാലഘട്ടമാണ്. അപ്പൊ കുറച്ചൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ജോബ് മാർക്കറ്റാണ് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയും. ഡിജിറ്റൽ മാർക്കറ്റിംഗ്
സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ മാർക്കറ്റിങ്ങിനെ ഡിജിറ്റലൈസ് ചെയ്യാം. എല്ലാ കമ്പനികളും അത് ആവശ്യപ്പെടുന്നുണ്ട്, എല്ലാ കമ്പനികളും. അപ്പൊ എൻ്റെ ഒരു മേഖല ഇപ്പൊ മോട്ടിവേഷൻ. അപ്പൊ ആ മേഖലയില് എന്റെ മോട്ടിവേഷൻ എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ ഉടനീളം വ്യാപിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അതിന് ഇഷ്ടംപോലെ ടീമുണ്ട്. 50,000 രൂപ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 25,000 രൂപ, അല്ലെങ്കിൽ 10,000 രൂപ കൊടുത്താൽ ഒരു നമ്മൾ അഡ്വർടൈസ്മെന്റ് എല്ലാ മേഖലയിലേക്ക് എത്തിക്കും. അതിന് ആൾ ഇന്ത്യ വേണം, ഇന്റർനാഷണൽ ലെവലിൽ വേണം, അതിനവരെത്തിക്കും. നമ്മൾ പറഞ്ഞ പൈസ കൊടുത്താൽ 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ ഒരു പാക്കേജാണ്. ഇന്നിപ്പോ എല്ലാ കമ്പനിക്കാരും അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോഴ്സാണ്. അത് ഇഷ്ടംപോലെ കോഴ്സ് രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓൺലൈനൊക്കെ ഇഷ്ടംപോലെ കോഴ്സുകൾ പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ആ മേഖലയിലേക്ക് പോകാവുന്നതാണ്. മറ്റൊരു മേഖലയാണ് +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് വെബ് ഡെവലപ്മെന്റ്, വെബ്സൈറ്റ് ക്രിയേഷൻ. അത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ പറഞ്ഞതിനേക്കാളും ഒന്നും കൂടി ഹൈലി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോഴ്സാണ് വെബ് ഡെവലപ്മെന്റ്. അത് സർക്കാർ തലത്തിൽ എവിടെയാന്ന് ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടൻസ് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ പ്രൈവറ്റില് ഇഷ്ടംപോലെ പ്രൈവറ്റ് മതി, അത് പ്രൈവറ്റ് കോഴ്സുകൾ ഇഷ്ടംപോലെ പഠിച്ചാൽ ഇഷ്ടംപോലെ സ്കോപ്പ് ഉണ്ട്. കാരണം ഇന്ന് എല്ലാ കമ്പനികൾക്കും വെബ്സൈറ്റ് വേണം. അപ്പൊ നിർബന്ധമാണ്, എല്ലാ കമ്പനികളും എല്ലാ ബിസിനസ് ഫേമുകളും ഇപ്പൊ എന്തുണ്ടാക്കുന്നുണ്ട്, വെബ്സൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പത്രത്തിലൊക്കെ പരസ്യം കാണും. 5,000 രൂപ 5,000 രൂപക്കൊന്നും നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല, തരൂലാരും. അപ്പൊ ഒരു 10,000 രൂപ 25,000 രൂപ കൊടുത്താൽ നമുക്ക് നമ്മുടെ കമ്പനിക്ക് വെബ്സൈറ്റ് ഉണ്ട് ക്രിയേറ്റ് ചെയ്ത്. വെബ്സൈറ്റ് ഇപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടക്കമുണ്ട്, കോളേജുകൾക്ക്, ഫേമുകൾക്ക്, ഇൻഡസ്ട്രികൾക്ക്, എല്ലാ കമ്പനികൾക്കും വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് കമ്പൽസറിയാണ്. അപ്പൊ അതുകൊണ്ട് വെബ് ഡെവലപ്മെന്റ് ജോബ് മാർക്കറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പൊ +2 കഴിഞ്ഞ കുട്ടികളായതുകൊണ്ട് അല്പം കമ്പ്യൂട്ടറൊക്കെ അറിയുന്ന ഒരു കുട്ടികളും കൂടിയാണെങ്കിൽ, സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടികളും കൂടിയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് വെബ്സൈറ്റ്, കമ്പ്യൂട്ടർ അറിയില്ല, കമ്പ്യൂട്ടർ നോളജ് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക്, പ്രത്യേകിച്ച് കൊമേഴ്സ് ഒക്കെ കഴിഞ്ഞ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച കൊമേഴ്സ് വിദ്യാർത്ഥികളോ പിന്നെ സയൻസ് വിദ്യാർത്ഥികളോ ആണ് എങ്കിൽ നിർബന്ധമായിട്ട് അവർക്ക് പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് വെബ് ഡെവലപ്മെന്റ്. പിന്നെ സാറേ വൈകില്ലല്ലോ, ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഓക്കെ സാർ, പറഞ്ഞോളൂ. 5 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് പെട്ടെന്ന് വരട്ടെ. മറ്റൊരു മേഖലയാണ് ഞാൻ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു മേഖലയാണ് ഗവൺമെന്റ് ജോബ്. അടുത്തത് ഗവൺമെന്റ് ജോബ്, സർക്കാർ ജോലികൾ. സർക്കാർ ജോലികളിൽ പ്രധാനമായിട്ട് നമ്മൾ പിന്നെ നോക്കുന്നത് ഒരുപാട് മേഖലകളുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് ഇതിന്റെ 4 ഭാഗമാക്കി തിരിക്കാം. ഒന്ന് PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ. രണ്ടാമത്തേത് SSC, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. മൂന്നാമത്തേത് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. നാലാമത്തേത് RRB, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. അങ്ങനെ 4 പ്രധാനപ്പെട്ട മേഖലയാക്കി, ഇനി ഒരുപാട് മേഖലകളുണ്ട്, 4 പ്രധാനപ്പെട്ട മേഖലകളാക്കി നമുക്ക് മാറ്റാം. അതിലൊന്ന് PSC, കേരള PSC. 18 വയസ്സ് പൂർത്തിയായ, +2 കഴിഞ്ഞ് 18 കഴിയണമെന്നൊന്നുമില്ല, 18 വയസ്സ് പൂർത്തിയായ പിന്നെ 10ാം ക്ലാസ് പാസ്സായ ഏതൊരാൾക്കും PSCക്ക് രജിസ്റ്റർ ചെയ്യാം. 18 വയസ്സാവണം നിർബന്ധമായിട്ട്. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും SSLC സർട്ടിഫിക്കറ്റും ആധാർ കാർഡും ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉണ്ടായിക്കഴിഞ്ഞാൽ, അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അറിയുന്ന എല്ലാ ആളുകളെ കൊണ്ട് പരമാവധി PSC രജിസ്ട്രേഷൻ നടത്തിപ്പിക്കണം. അത് വളരെ നിർബന്ധമാണ്. 18 വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് നിർബന്ധമായി 1 ടൈം രജിസ്ട്രേഷൻ ആണ്, OTR എന്ന് പറയും. OTR, 1 ടൈം രജിസ്ട്രേഷൻ. അത് ഒറ്റ പ്രാവശ്യം രജിസ്റ്റർ ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് വരുന്ന ഏത് തൊഴിലിനും ഒരൊറ്റ ക്ലിക്കിലൂടെ നമുക്ക് അപേക്ഷ പൂർത്തിയാക്കാം. അപ്പൊ അതുകൊണ്ട് PSC രജിസ്ട്രേഷൻ നടത്തുക. സർക്കാർ ഇഷ്ടം പോലെ കാൾ ഫോർ ചെയ്യും, അതിലേക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ SSC ആണ് മറ്റൊന്ന്, കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന പരീക്ഷയാണ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. പിന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന മറ്റൊന്നാണ് RRB, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. റെയിൽവേ തലത്തിൽ ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടറാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ആ റെയിൽവേയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന പ്രധാനപ്പെട്ട ബോഡിയുടെ പേരാണ് RRB. RRBയിലേക്കുള്ള ചില കോഴ്സുകൾക്കൊക്കെ നമുക്ക് +2 വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാം. RRBയിലെ ഒട്ടുമിക്ക കോഴ്സുകളിലേക്കും ഡിഗ്രി കമ്പൽസറി ആണ്. അത് തൊഴിൽ കിട്ടിയാൽ ഏറ്റവും നല്ല തൊഴിലുകളിൽ ഒന്നാണ് RRBയിലെ റെയിൽവേയിലെ ജോലി. അപ്പൊ അതാണ് മറ്റൊന്ന്. ഇനി അടുത്തൊരു സെഷൻ പോകുന്നത് സ്റ്റഡി അബ്രോഡ് ആണ്. വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാം. ഇപ്പൊ +2 കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഡിഗ്രി, ഡിപ്ലോമ ഇതൊക്കെ എടുക്കാൻ ഇവിടെ തന്നെ വേണമെന്നൊന്നുമില്ല.
വിദേശത്ത് പോയി പഠിക്കാവുന്നതാണ്. വിദേശത്ത് പോകുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഗുണമുണ്ട്. ഒന്ന്, നമ്മുടെ എക്സ്പോഷർ കൂടും. മറ്റൊന്ന്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ വിദേശത്തേക്ക് പോവാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് വിദേശത്തേക്ക് പോകുന്ന മേഖലയിൽ ഒരുപാട് ചീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. ഒരുപാട് കുട്ടികൾ അവിടെ പോയിട്ട് ചീറ്റിങ്ങിൽ ഏർപ്പെട്ട് തിരിച്ചു MBBS ഒക്കെ എടുക്കാൻ വേണ്ടി പോയിട്ട് പകുതി കഴിഞ്ഞിട്ട് പിന്നെ ആ കോഴ്സേ ഇല്ല അവിടെ. അങ്ങനെയൊക്കെ പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് വിദേശത്തേക്ക് പോകുന്നതാണ്. മറ്റൊന്നാണ് ബിസിനസ് മേഖലയിലേക്ക്. ഇപ്പൊ +2 കഴിഞ്ഞ കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ബിസിനസ് മേഖല എന്ന് പറയുന്ന മേഖല. പ്രത്യേകിച്ച് ഓൺലൈൻ ബിസിനസ്, ഓൺലൈനിലൂടെ സ്വന്തമായിട്ടൊരു എന്റർപ്രണർഷിപ്പ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് ബിസിനസ് മേഖലയിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സെൽഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സെൽഫ് ബിസിനസ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. +2 ഒക്കെ കഴിഞ്ഞ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ, അതിന് കൊമേഴ്സ് ഒക്കെ എടുത്ത കുട്ടികളാണെന്നെങ്കിൽ പ്രത്യേകിച്ചും ബിസിനസ് മേഖലയിലേക്ക് അവർക്ക് പോകാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മുടെ ക്രിയേറ്റീവ് കരിയർ എന്ന് പറയുന്ന ആക്ടിങ്, മ്യൂസിക്, ഫോട്ടോഗ്രാഫി, പിന്നെ യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷൻ. ഇതൊക്കെ യൂട്യൂബൊക്കെ വെച്ചുകൊണ്ട് പല രീതിയിലൂടെ നമുക്ക് എംപ്ലോയ്മെന്റ് വൊക്കേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ആ മേഖലയിലൂടെ നമുക്ക് പോകാൻ പറ്റുന്നതാണ്. മറ്റൊരു മേഖലയാണ് ഫാഷൻ ടെക്നോളജി. ഇപ്പോൾ നൂതനമായിട്ട് പല ആളുകളും പോകുന്ന ഒരു മേഖലയാണ് ഫാഷൻ ടെക്നോളജി. അപ്പൊ അതൊക്കെ ആ മേഖലയിലേക്കൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പോകാവുന്നതാണ്. ഏതായാലും സമയം വളരെ വൈകി, 8 മണി കഴിഞ്ഞു. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. ഇഷ്ടംപോലെ ചാൻസുകൾ അവരെ മുന്നിൽ ഉണ്ട്. പല കോഴ്സുകളുടെയും അപേക്ഷ ക്ഷണിക്കൽ കഴിഞ്ഞു. എന്നാലും ഇഷ്ടംപോലെ, അതിനേക്കാൾ കൂടുതൽ ഇരട്ടിയോളം കോഴ്സുകൾ ഇനി അപേക്ഷ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ അതിലേക്കൊക്കെ പരമാവധി ആളുകൾ പോകണം. ഏതായാലും ആ കരിയർ മേഖലയിലേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കോഴ്സിനേക്കാൾ പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ, 4-5 കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളുടെ പ്രധാനപ്പെട്ട അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, പല കുട്ടികളുടെയും കരിയർ തീരുമാനിക്കുന്ന അവിടെ രക്ഷിതാക്കളാണ്. അത് വളരെയധികം അപകടമാണ്. കുട്ടികളോട് ഒന്നും ചോദിക്കാതെ രക്ഷിതാക്കൾ തന്നെ സ്വയം തീരുമാനിക്കുകയാണ്. അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പിന്നെ അതിനേക്കാൾ വളരെ ഡേഞ്ചർ എന്താണെന്ന് ചോദിച്ചാൽ, സാന്ദർഭികമായിട്ട് ഞാൻ പറയാണ്, നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ പല കരിയറും തീരുമാനിക്കുന്നത് കോച്ചിങ് സെന്ററുകാരാണ്. കോച്ചിങ് സെന്ററുകാര് എനിക്കറിയുന്നതിന് 3-4 വർഷം റിപ്പീറ്റ് ചെയ്യിപ്പിച്ച്, ആ കുട്ടികളുടെ കയ്യിൽ ഒരു കഴിവുമില്ല, ഒന്നുമില്ല, എന്നിട്ട് റിപ്പീറ്റ് ചെയ്യിപ്പിച്ച് +2 കഴിഞ്ഞ് റിപ്പീറ്റ് നടത്തിയിട്ട് ഇപ്പോഴും MBBSന് എവിടെയും സീറ്റ് കിട്ടാതെ വീണ്ടും റിപ്പീറ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോവാണ്. ആ കുട്ടികളുടെ യോഗ്യത +2 കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ കുട്ടിയുടെ യോഗ്യത എന്താണ്? +2 ആണ്. നേരെ മറിച്ച് ഡിഗ്രിക്ക് എങ്ങാനും പോയിക്കുന്നുവെങ്കിൽ ആ കുട്ടീന്റെ ഡിഗ്രി കഴിഞ്ഞിരുന്നു, ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ അവിടെ കിട്ടിയിരുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ തീരുമാനിക്കണം, നമ്മളും നമ്മുടെ രക്ഷിതാക്കളും കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തുകൊണ്ട് അതിനപ്റ്റായുള്ള കോഴ്സുകളിലേക്ക് പോവുകയാണ് വേണ്ടത്. ഏതായാലും കരിയർ സെലക്ഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്ന് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളെ തേടി നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏത് മേഖലയിലേക്കും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലം ഈ തൽക്കാലം നിർത്തുന്നു. കോഴ്സുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരു മേഖലയിലൂടെ അവസരത്തിൽ നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. തീർച്ചയായിട്ടും നമ്മൾ പ്രത്യേകിച്ച് +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് അവർ കരിയർ സെലക്ട് ചെയ്യുമ്പോൾ എത്രമാത്രം നമ്മൾ ഫോക്കസ്ഡ് ആണ്, ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് സാർ പറഞ്ഞത്. ഒത്തിരി മേഖലകളുണ്ട്. അത് ടോപ്പ് ലെവലുണ്ട്, മിഡിൽ ലെവലുണ്ട്, ലോവർ ലെവലുണ്ട്. പക്ഷെ കൃത്യമായ ഫോക്കസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ചെന്ന് പറ്റുന്നത് അല്ലെങ്കിൽ ചെന്നെത്തുന്നത് പലപ്പോഴും പ്രശ്നത്തിനായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഒത്തിരി ഉദാഹരണങ്ങൾ വളരെ മനോഹരമായി സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. പലതരം കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസവും നമുക്ക് ഇതുപോലത്തെ കോഴ്സുകൾ കുറിച്ച് മനസ്സിലാക്കാമെന്ന് തോന്നുന്നു. ഷായ് സാർ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്നു. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും സംശയം കൊണ്ട് ചോദിക്കാം. അതിന് മുമ്പ് സാറിന് ഒരു ഒഫീഷ്യലായിട്ടൊരു വോട്ട് ഓഫ് താങ്ക്സും കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. ഇന്ന് നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി കോട്ടയത്തിൻ്റെ പ്രസിഡന്റ് ബാബു തോമസ് സാറാണ്. സാർ ഒരു സെക്കൻഡ് സാറേ. സാറിനെ കോട്ടയത്തെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. ഞങ്ങളുടെ പ്രസിഡന്റ് ബാബു തോമസ് സാറിന് ഭാരത് സേവക് സമാജിന്റെ ഒരു ദേശീയ പുരസ്കാരത്തിന് അർഹനായി. യെസ്, അതിനുള്ള ഒരു വിവരവും കൂടെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് കൗൺസിലിംഗ് രംഗത്ത്, അധ്യാപകന് കൗൺസിലിംഗ് രംഗത്ത് മേഖലയിലെ ഏറ്റവും കൂടുതൽ
നല്ല സംഭാവനകൾ നൽകിയവർക്കുള്ള ഒരു പുരസ്കാരമാണത്. അപ്പം ബാബു തോമസ് സാറിന് കോട്ടയത്തിൻ്റെ ജില്ലയുടെയും പ്രത്യേകിച്ച് PCT-യുടെ കേരള ഘടകത്തിൻ്റെയും പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നന്ദി പറയാൻ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട PCTA കുടുംബാംഗങ്ങളെ, ആദ്യമായിട്ട് എനിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തിയ ശ്രീ സാബു കേരളത്തിനും ശ്രീ ഷാജി സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഉണർവിൻ്റെ ഇന്നത്തെ വെബിനാർ നയിച്ചത് ശ്രീ ഷാജി KP സാറ്. അധ്യാപകനും നല്ലൊരു ട്രെയിനറും മലപ്പുറത്തിൻ്റെ ഭാരവാഹിയുമാണ്. കരിയർ ഫോക്കസ് എന്നതായിരുന്നു സാറിൻ്റെ വിഷയം. 2 ഭാഗങ്ങളായിട്ടാണ് സാറ് ക്ലാസ് നയിച്ചത്. കരിയർ ഫോക്കസിന്റെ ഭാഗമായിട്ട് നമ്മുടെ ലക്ഷ്യബോധം, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ ആസൂത്രണം, അതുപോലെ തന്നെ അറിവ് വർദ്ധിപ്പിക്കല്, നല്ല വായനാശീലം ഉള്ളവരായിരിക്കണം, അതുപോലെ എഡ്യൂക്കേഷണൽ വീഡിയോസ് ഒക്കെ കാണണം. തുടർന്ന് അദ്ദേഹം സ്കിൽ ഡെവലപ്മെന്റ്, നൈപുണി വികസനത്തെക്കുറിച്ച് പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സ്കില്ല്, പ്രോബ്ലം സോൾവിങ് സ്കില്ല് തുടങ്ങിയ നൈപുണികൾ വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ കരിയർ ഫോക്കസിന്റെ കാര്യങ്ങൾ വളരെ വിദഗ്ധമായി അവതരിപ്പിച്ചതിന് ശേഷം തുടർന്ന് +2 കഴിഞ്ഞുള്ള കോഴ്സുകളെ കുറിച്ചാണ് പറഞ്ഞത്. ആ കോഴ്സുകളെ കുറിച്ച് വളരെ വിശദമായി തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. നമ്മൾ ട്രെയിനേഴ്സിന് കുട്ടികൾക്ക് വിവരങ്ങൾ പാസ് ചെയ്യുവാനായിട്ട് ഫലപ്രദമായൊരു ക്ലാസ് സാറ് ഇന്ന് നയിച്ചു. വളരെ പ്രയോജനകരമായിരുന്നു. മലപ്പുറത്തിൻ്റെ ഭാരവാഹി കൂടിയായ സാറിന് കോട്ടയം PCTA-യുടെ ഹൃദ്യമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഔപചാരികതയുടെ പേരിൽ ആണെങ്കിൽ പോലും പ്രത്യേകമായിട്ട് നന്ദി പറയേണ്ടതായ വ്യക്തി ഡോക്ടർ സാബു കേരളത്തിന് തന്നെയാണ്. ഇത് ഉണർവ് വെബിനാറിൻ്റെ 25ാമത്തെ സെഷനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, PCTA-യുടെ അംഗങ്ങൾ തന്നെയാണ് ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് എന്നതാണ്. പുറത്തുനിന്നുള്ള ആൾക്കാരെ ലഭിക്കാഞ്ഞിട്ടല്ല, അവരെ ഒഴിവാക്കിക്കൊണ്ട് PCTA-യുടെ അംഗങ്ങൾക്ക് ക്ലാസ് എടുക്കുവാനും ഈ ക്ലാസ്സിലൂടെ നേതൃത്വത്തിലേക്ക് വരുവാനും മറ്റുള്ളവർക്ക് ഫലപ്രദമായി ഗൈഡൻസ് നൽകുവാനും അവർക്ക് സാധിക്കണം എന്ന ഒരു ഉൾക്കാഴ്ച മനസ്സിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ക്ലാസ് ഓർഗനൈസ് ചെയ്യുന്നത് മാത്രമല്ല, സാബു സാർ ഇതിനിടയ്ക്ക് പല ക്ലാസ്സുകളും കൈകാര്യം ചെയ്യുന്നുണ്ട്. മനോഹരമായിട്ട് PowerPoint പ്രസന്റേഷനൊക്കെ നിർവഹിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്ന ആ രീതിയിലാണ് സാറ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് സാറ് ഈ പറയുന്ന സാറിൻ്റെ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലാകണം, ഈ മനഃശാസ്ത്രം ജനകീയമാകണം എന്നൊരു അവബോധം കൂടി സാറിന് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാറിൻ്റെ ഒരു പുസ്തകം ഈ അടുത്ത കാലത്ത് വായിക്കുകയുണ്ടായി. അത് ട്രാൻസാക്ഷണൽ അനാലിസിസിനെ കുറിച്ചുള്ള പുസ്തകമായിരുന്നു. സാർ ഇടയ്ക്ക് എന്നോട് ഈ പുസ്തകത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമായിരുന്നു, ഒന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ വായിച്ച വിനിമയ അപഗ്രഥന പുസ്തകങ്ങളിൽ ഏറ്റവും ലളിതമായ പുസ്തകവും അത് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് തറയ്ക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്രസന്റേഷൻ നിർവഹിച്ചിട്ടുള്ളത് എന്നാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ താങ്ക്സ് പറയുന്നതിൽ നിന്ന് അല്പം ഒന്ന് വ്യതിചലിച്ചു പോയി. ശ്രീ സാബു കേരളത്തിന് നമ്മുടെ എല്ലാവരുടെയും നാമത്തിലുള്ളതായ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ മനോഹർ ലാൽ സാറ് എന്തോ അത്യാവശ്യത്താൽ സാറിന് ഇന്ന് അറ്റൻഡ് ചെയ്യാതെ പോയി. സാറിൻ്റെ അസാന്നിധ്യത്തിലും സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൽ പങ്കെടുത്ത കോട്ടയം ജില്ലയുടെ ഭാരവാഹികൾക്കും മെമ്പേഴ്സിനും മറ്റ് ജില്ലകളുടെ ഭാരവാഹികൾക്കും മെമ്പേഴ്സിനും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം
നമ്മുടെ സ്ഥിരം പാർട്ടിസിപ്പൻസ് എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. സാറേ, ആ അവാർഡിനെ കുറിച്ചും കൂടെ ഒരു വാക്ക് സാറേ ഒന്ന് എന്താണ്? അവാർഡ് ലഭിച്ചത് ഭാരത് സേവക് സമാജ് എന്നൊരു പ്രസ്ഥാനമുണ്ട്. അതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആ BSS അല്ലേ? എന്തോ സാറേ? BSS അല്ലേ? അതെ അതെ അതെ. അപ്പൊ അതിന്റെ സ്റ്റേറ്റ് ഘടകമാണ് ഈ അവാർഡ് നൽകുന്നത്. അപ്പം അതില് നമ്മുടെ മേഖലകൾ, പല മേഖലകൾ ഉള്ളവർക്ക് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നോക്കിയാണ് ഈ അവാർഡ് നൽകപ്പെടുക. ഇതിന്റെ കേരള ഘടകത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അവരുടെ ആ ഒരു അവാർഡാണ് ലഭിച്ചത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, സാജൻ സാർ. സാജൻ സാർ അൺമ്യൂട്ട് ചെയ്യും. സാജൻ സാറും ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. യെസ്, പറഞ്ഞു. കേൾക്കാമല്ലോ അല്ലേ സാറേ? കേൾക്കാം സാർ, പറയും. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് കരിയർ ഗൈഡൻസ് എനിക്കും താല്പര്യമുള്ളൊരു മേഖലയാണ്. ഞാനും ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ അധ്യാപകനാണ്. ഏകദേശം 15-18 വർഷം കരിയർ ഗൈഡായിരുന്നു. ഇപ്പം മറ്റു ചുമതലയുള്ളതുകൊണ്ട് ആ മേഖലയിലല്ല. നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് തന്നെ വ്യത്യസ്തമായ 3000-ഓളം തൊഴിൽ മേഖലകളുണ്ട്. നമ്മുടെ കുട്ടികളുടെ അടുത്ത് എത്ര തൊഴിൽ മേഖല ഉണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് ആകെ അറിയാവുന്ന 5-6 കാര്യങ്ങളായിരിക്കും. 3000-ഓളം തൊഴിൽ മേഖലകളുണ്ട്. പണ്ട് നമ്മുടെയൊക്കെ കാലത്തുള്ളതുപോലെ പഠനം കഴിഞ്ഞ് 5 വർഷം 8 വർഷമൊക്കെ കാത്തിരിക്കുമ്പോഴായിരിക്കും ഒരു ഗവൺമെന്റ് ജോലി കിട്ടുന്നത്. ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. മിടുക്കരാണെന്നുണ്ടെങ്കിൽ, നല്ല കോളേജിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ പഠനം തീരുമ്പോൾ തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി അവർക്ക് ഏറ്റവും നല്ല ജോലി കിട്ടും. ആ ഒരു ജോലിക്ക് വേണ്ടി ഒരു കാത്തിരിപ്പ് വരുന്നില്ല. പക്ഷെ ഇതിനകത്തൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് +2 കഴിഞ്ഞ് ഏറ്റവും നല്ല കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അവിടെയാണ് അധ്യാപകരുടെയും അല്ലെങ്കിൽ കരിയർ ഗൈഡുകളുടെയും പ്രസക്തി കൂടുന്നത്. സാർ ഇപ്പോൾ ക്ലാസ് എടുത്ത ഷാജി സാറുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സാറിനോട് ഒരു ചെറിയ സംശയം ചോദിക്കാനുള്ളത്, നമ്മൾ സാധാരണ ഞാനിപ്പോൾ 3-4 വർഷമായിട്ട് ഈ ഒരു മേഖലയായിട്ട് അത്ര അപ്ഡേറ്റ് അല്ല. മുമ്പ് നമ്മൾ കുട്ടികളോട് പറയുമായിരുന്നു ഒരു പുതിയ കോഴ്സിന് പോകുമ്പോൾ 3 കാര്യങ്ങൾ നോക്കണമെന്നുള്ളത്. ഒന്ന്, ആ കോഴ്സിന് ആ സ്ഥാപനത്തിന്റെ അപ്രൂവലുള്ള സ്ഥാപനമാണ്. 2, അവിടുത്തെ അഫിലിയേഷൻ ഉള്ള കോഴ്സാണ് അവർ നടത്തുന്നത്. 3, അത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അതിന് അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ ഞാനിത് എടുത്തു ചോദിക്കാൻ കാര്യം, ഇന്ന് തന്നെ ഒരു ന്യൂസ് കണ്ട, കർണാടകത്തിലെ ചില നഴ്സിംഗ് കോളേജുകൾക്ക് അവരുടെ അഫിലിയേഷൻ നഷ്ടപ്പെട്ടു. അവിടെ ഒരുപാട് കുട്ടികൾ നഴ്സിംഗ് പഠിക്കാൻ കർണാടകത്തിൽ പോകാറുണ്ട്. ഒരു പുതിയ കോഴ്സിന് ഒരു സ്ഥാപനത്തിൽ പോകുമ്പോൾ ഈ 3 കാര്യങ്ങൾ നോക്കിയാൽ മതിയോ? അതിൽ കൂടുതൽ എന്തെങ്കിലും നോക്കേണ്ടതുണ്ടോ? അവരവിടെ പഠിച്ചിട്ട് അവസാനം അവർ ഒരു വാലിഡ് അല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് നമ്മുടെ കുട്ടികൾ വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാവുന്നവരെന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഒരു പുതിയ കോഴ്സ്. സാറേ, പിന്നെ ഞാൻ അതിനെ കുറിച്ച് പറയണമെന്ന് കരുതിയത്, പിന്നെ നമുക്ക് സമയമില്ല. കാരണം ഇത് സർട്ടിഫിക്കറ്റ് വാലിഡേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാൻ സമയമില്ല. സാറ് പറഞ്ഞ പോലെ 2-3 കാര്യങ്ങൾ, റെക്കഗ്നിഷനും പിന്നെ അതിന്റെ വാലിഡിറ്റി ഒരു പ്രധാന ഘടകമാണ്. ഇന്ന് ഇഷ്ടംപോലെ പ്രൈവറ്റ് സെന്ററുകൾ ഇഷ്ടം പോലെയാണ്. കേരളത്തിലാണ് എനിക്ക് തോന്നുന്നത് താരതമ്യേന കുറവ്. കേരളത്തിന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ അതിന് അംഗീകാരം ഉണ്ടോ ഇല്ല എന്നുള്ളത് UGC പിന്നെ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട സർക്കാരുകൾ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യുക വേണം. അതോടൊപ്പം ഉദാഹരണമായിട്ട് ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, നമുക്കിപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു ഉദാഹരണം പറയാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പിന്നെ അപ്രൂവൽ കിട്ടിയെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രധാന യൂണിവേഴ്സിറ്റിയിൽ അപ്രൂവൽ കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് കേരളത്തില് PSC ഉൾപ്പെടെയുള്ള പിന്നെ കാര്യങ്ങളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ, ആ കോഴ്സ് കഴിഞ്ഞാൽ. അപ്പൊ അതിന് അപ്രൂവൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ തന്നെ കയറി നോക്കണം, അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് പോയി അന്വേഷിക്കുക. അത് വളരെ പ്രധാനമാണ്. കേരളത്തിന്റെ പുറത്തൊക്കെ ഇഷ്ടംപോലെ കോഴ്സുകളും കോളേജുകളും നടത്തുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ പലതിനും UGC പിന്നെ അപ്രൂവൽ ഇല്ല എന്നുള്ളത് വളരെ സത്യമാണ്. ഒരുപാട് ഫേക്ക് യൂണിവേഴ്സിറ്റികൾ ഇഷ്ടംപോലെ ഇപ്പോ പിന്നെ വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ പല ആൾക്കാരും വഞ്ചിതരായി വീഴുന്നുണ്ട്. മാത്രമല്ല, നമ്മളെ കോഴിക്കോട് ബേസ് ചെയ്തുകൊണ്ട്, ഞാൻ മലബാർ ഏരിയയിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, നമ്മളെ കോഴിക്കോട് ബേസ് ചെയ്തുകൊണ്ട് ഇഷ്ടം പോലെ ആളുകൾ, ഇതിന്റെ ബ്രോക്കർമാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇപ്പോൾ അടുത്ത് തന്നെ നമ്മൾ കുറച്ചു പേരെ ഈ പിന്നെ യൂറോപ്പിലേക്ക്, ലണ്ടനിലേക്ക് പഠിക്കാൻ വേണ്ടി കുറച്ച് കുട്ടികളെ വിട്ടിരുന്നു. അങ്ങനെ ഇവരെ കീഴിൽ പോയി. പക്ഷെ അവിടെ എത്തി നോക്കുമ്പോൾ ഇവര് പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല.
അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് വിഷയങ്ങൾ MBBS ആണെങ്കിലും BDS ആണെങ്കിലും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പുറത്തു പോകുന്നുണ്ട്. പോകുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അറ്റ്ലീസ്റ്റ് ആ കോളേജ് എവിടെയാണെന്നുണ്ടെങ്കിലും അത് ഒന്ന്, എവിടെയാണ് ആ കോളേജ് എന്നുള്ളത് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ ആ കോളേജ് ആദ്യം ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ കോളേജിന് അപ്രൂവൽ ഉണ്ടോ, റെക്കഗ്നീഷൻ ഉണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ കോഴ്സിന് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത രീതിയിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അടച്ച പൈസ പോകും. പിന്നെ മിക്കതും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളായിരിക്കും. അവര് പിന്നെ ഒരിക്കലും പൈസ തിരിച്ചു തരില്ല. കാരണം അടച്ച പൈസ ഒരിക്കലും തിരിച്ചു തരില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ അല്ലെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷ കൊടുക്കേണ്ട സമയം അതോടുകൂടി കഴിയും. സ്വാഭാവികമായിട്ട് 1 വർഷമോ 2 വർഷമോ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് പോകും. പിന്നെ ഒരു പക്ഷെ പഠിക്കാൻ തന്നെ ചിലപ്പോൾ താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഏത് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും, കോളേജ് സെലക്ട് ചെയ്യുമ്പോഴും, കോഴ്സിനേക്കാൾ പ്രധാന കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ആ കോളേജ് അപ്രൂവൽ ആണോ എന്നുള്ളത് നിർബന്ധമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം തന്നെ പോകാൻ പാടുള്ളൂ. 100% കറക്റ്റ് ആണ്. ഞാൻ ആ മേഖലയിലേക്ക് പോകാത്ത സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വളരെ കൂടുതൽ ചീറ്റിങ്ങിന് സാധ്യത വളരെ കൂടുതലായിട്ട് ഉണ്ട്. ഓക്കെ ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക്സ് സാറേ. ഓക്കെ, തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ആ കോളേജ് 4 വർഷം നമ്മുടെ കുട്ടി പഠിക്കുന്ന ആ കോളേജിൽ നിന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ അതൊരു മാടക്കടയാണോ അത് ഒറിജിനൽ കോളേജാണോ എന്നെങ്കിലും തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ചിന്ത നമുക്കുണ്ടാകും. പക്ഷെ ഇതൊന്നും അല്ലാതെ തന്നെ പല രീതിയിൽ അഫക്റ്റഡ് ആകുന്നു എന്നുള്ളതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ജയശ്രീ മാം, ജയൻ സാർ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ജോഷ് സാർ, ആർക്കെങ്കിലും ഉണ്ടോ? ചോദ്യം ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ ജ്യോതികുമാർ സാറിലേക്ക് പോകാം. ജോഷ് സാറും എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. ജ്യോതികുമാർ സാറോട് പറയും, എന്നിട്ട് ചോദിക്കും. ഞാൻ പറയട്ടെ. ആ ഷാജി സാർ നമസ്കാരം. വളരെ നമസ്കാരം. ലളിതമായ ഭാഷയിൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവത്തക്ക രീതിയിലുള്ള ഒരു ക്ലാസ്. നന്നായിരുന്നു, നല്ലൊരു ക്ലാസ്. പറയാം, ഞാൻ അതിൽ കുറേ പറഞ്ഞു അല്ലേ. അതാണ് നോളജ് ബിൽഡ് ചെയ്യണം, അത് ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നിങ്ങനെ അങ്ങനെ കാര്യങ്ങൾ, ആ ക്യാരക്ടർ ബിൽഡ് ചെയ്യണം. അതൊരു പ്രധാന ഘടകം തന്നെയാണ്. എത്ര വലുതായാലും ക്യാരക്ടർ പ്രത്യേകമാണ്, ശ്രദ്ധിക്കപ്പെടും. പ്രത്യേകിച്ച് ഇന്റർവ്യൂവിലൊക്കെ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. വലിയ വലിയ കോഴ്സിലായാലും ജോലിക്കായാലും ആ ഇരിപ്പും ഭാവവും എക്സ്പ്രഷനും ഒക്കെ അതൊരു ക്യാരക്ടർ, ആ കുടുംബ മഹിമ എന്നൊക്കെ നമ്മൾ പറയാറില്ല പോലെ അത് പറയാണ്. അതോടൊപ്പം ഒന്നും അറിയാത്തതിന് എവിടെയും എത്തില്ല, അതും വളരെ ശരിയാ. കാരണം എല്ലാം അറിയാന്നുള്ള ഭാവം മാത്രമാണ്, പക്ഷെ എവിടെയും എത്താറുമില്ല. കറക്റ്റ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം, ഞാൻ അന്നേരം തമ്പ് ചെയ്തിരുന്നു, വായനയെ പറ്റി സാറ് നന്നായിട്ട് പറഞ്ഞു. ഇന്നിപ്പോ നമ്മളെ കുട്ടികളൊക്കെ എന്താ പറയാന്നറിയോ, എല്ലാം യൂട്യൂബിൽ കിട്ടും, എല്ലാം സെല്ലിൽ കിട്ടും, ഗൂഗിളിൽ കിട്ടും. എന്നിട്ട് അവരെത്ര വായിച്ചിട്ടുണ്ട് സാറേ ഒന്ന് ചോദിച്ചു നോക്കൂ. ഞാൻ എൻ്റെ മക്കളോട് പോലും ചോദിക്കും, ബുക്കെടുത്ത് വായിക്കാൻ പറയുമ്പോഴേ, സാധാ നമ്മളെ നോവലോ അല്ലെ മറ്റ് പല എന്താ പറയാ ബയോഗ്രാഫികളൊക്കെ, ഇതൊക്കെ നെറ്റിലില്ലേ, പിന്നെ എന്തിനച്ചാ. എന്നാ നീ എത്ര വായിച്ചു? ഇല്ല. എന്നാ ഇതാ ബുക്ക് എടുക്കൂ, പേജ് 1 by 1 ആയിട്ട് ഒരു ദിവസം ഒരു പേജ് വായിക്കൂ. ഇതൊക്കെ വെറും പറച്ചിൽ മാത്രമാണ് ഇന്നത്തെ കുട്ടികൾക്കുള്ള ഒരു പ്രയാസം. പക്ഷെ അതിനെ സാർ നന്നായിട്ട് ഫോക്കസ് ചെയ്തു. PN പണിക്കറെ പറ്റിയൊക്കെ ഓർത്തു, വായനാ ദിനത്തെ പറ്റിയൊക്കെ. ശരിക്കും നമ്മളൊക്കെ വളർന്നു ഒരു കാലഘട്ടം. പക്ഷെ അത് തന്നെയാണ് ഇന്നും പ്രധാനം എന്ന് ഞാൻ പറയാം. വായന കുട്ടികൾ യൂട്യൂബിലൂടെ എല്ലാം നടക്കുന്നതൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണെന്ന് തുറന്ന് ഞാൻ പറയും. എൻ്റെ മക്കളെ മുമ്പെന്ന് ഞാൻ പറയും. ആവട്ടെ, സാർ അത് നന്നായിട്ട് പറഞ്ഞു. വായിച്ചാലേ വളരുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെ നെപ്പോളിയനെ പറ്റിയൊക്കെ പറഞ്ഞു അല്ലേ. അദ്ദേഹം വിശ്രമത്തിനിടയിൽ പുസ്തകം വായിച്ചു, കണ്ടോ. അതൊക്കെ മറ്റുള്ളവർക്ക് ഒരു നല്ല മോട്ടിവേഷനാണ്. ലീഡേഴ്സ് ഒക്കെ ഏത് തരത്തിലാണ് വരുന്നത്, ഇന്നത്തെ ലീഡേഴ്സിന് അതില്ല. അതാണ് വാച്ച് എഡ്യൂക്കേഷണൽ വീഡിയോ. അതാണ് ഇത് ഇംപ്രൂവ് യുവർ നോളജ് സ്കിൽ. അതുപോലെ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കണം, മൊബൈൽ മാനിയ ഇതൊക്കെ നമുക്കൊക്കെ ഉണ്ട്. അത് പക്ഷേ ഒരു പരിധിക്കപ്പുറം പോകരുത് എന്നുള്ളതാണ്. ഡെവലപ്പ് സ്കിൽ ഇല്ലേ. ബിൽഗേറ്റ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലേ, പഠിക്കുന്ന സമയത്ത് പലരും 100-ൽ 100 വാങ്ങിയപ്പോൾ ബിൽഗേറ്റ് അത്ര ഇല്ല. പക്ഷെ അവസാനം എന്തുണ്ട്, അയാളെ കമ്പനിയിലാണ് ഈ 100 വാങ്ങിയവരൊക്കെ ഉള്ളത്. സാർ ഇത് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ സാബു സാറേ, ഒന്നുകൂടി പറയട്ടെ, സമയം എടുക്കുകയാണെങ്കിലും. ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ ഉണ്ട്. ഒരു നല്ലൊരു പയ്യൻ ദുബായിൽ ഒരു ബിസിനസ് നടത്തുകയാണ്. അവൻ വന്ന് ടീച്ചറെ കാണുകയാണ്, പണ്ട് പഠിപ്പിച്ച ഒരു ടീച്ചറെ. അപ്പൊ ടീച്ചർ ചോദിച്ചു, എടാ നീ ഇപ്പൊ എവിടെയാണ്? അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോന്നു. നീ അന്ന് മഹാമടിയനും പഠിക്കാത്തവനായിരുന്നല്ലോ, എന്തായി? അപ്പം ടീച്ചറെ മകൻ നല്ലോണം നല്ല നല്ലോണം പഠിക്കുന്ന ബ്രൈറ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. അവസാനം അവനിപ്പോ ദുബായിൽ ഒരു കമ്പനിയിൽ ജനറൽ മാനേജറാണ്. ആ നീ ഇപ്പൊ എവിടെ എന്താ ചെയ്യുന്നത്? അപ്പൊ ഈ പയ്യൻ ദുബായിലാന്ന് ടീച്ചർക്ക് അറിയില്ല, കാണാൻ വന്നതാ. അപ്പോ
ടീച്ചറോട് ഞാൻ പറഞ്ഞു സാറേ അതെയോ അയ്യോ അവൻ ഏത് കമ്പനിയിലാ, അവൻ ഇങ്ങനെ ജനറൽ മാനേജർ നിൽക്കുന്നു, നിനക്ക് അതുപോലെ നല്ല പഠിച്ചിരുന്നെങ്കിൽ അവനെ പോലെയൊക്കെ ആയിക്കൂടെ. അപ്പൊ അദ്ദേഹത്തിന് അപ്പൊ ഈ പയ്യൻ ചോദിച്ചു എവിടെയായിരുന്നു, ഏത് കമ്പനിയിലാ, ഇതിലാണോ, അതെയോ അയ്യോ അവൻ ടീച്ചറെ മകനാണോ, അയ്യോ എന്ത് നിനക്കറിയോ, അറിയും, അതിന്റെ കമ്പനിയുടെ ഓണറാണ് ഞാൻ മാഡം എന്ന് അവൻ കാല് തൊട്ട് വന്നിച്ചുകൊണ്ട് പറഞ്ഞു. സത്യം, ഒക്കെ നടക്കും, സാധിക്കും. അവിടെ അത് പറയുമ്പോൾ ഞാൻ ഓർമ്മയാണ്, ഉദാത്തമായ ഒരു ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ, ഉത്തമമായൊരു മാർഗം വേണം നമുക്ക് പിന്തുടരാൻ, മുളയ്ക്കും അപ്പോൾ അഗ്നിച്ചിറകുകൾ അതീവ ശക്തങ്ങൾ, വിദൂര തേജോലോകങ്ങളിലും പറന്നുയർന്നിടാൻ. അതാണ് സൂര്യന്റെ ശക്തി, ഈ സൂര്യന്റെ ചൂട് പോലും താങ്ങാൻ കെൽപ്പുള്ള ചിറകുകൾ മുളക്കും. ഈ 4 വരി എൻ്റെ നാട്ടിലൊരു ടീച്ചർ എഴുതിയതാണ് സാറേ, ഷാജി സാറേ, സത്യം പറയാം, അഭിമാനത്തോടു കൂടി ഞാൻ അതേ അവസരം കിട്ടുമ്പൊക്കെ പറയും. ആ 4 വരികൾക്കുള്ള ഒരു പ്രാധാന്യം കണ്ടുപോകാം. യെസ്, അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ പറയാണ്. എന്തായാലും ഇന്നത്തെ ക്ലാസ് വളരെ ഗംഭീരമായിട്ട് സാർ കൊണ്ടുപോയിട്ടുണ്ട്. പ്ലസ് ടുവിന് ശേഷം എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ പറയുന്നു. അതോടൊപ്പം ഞാൻ ബാബു താമസ് സാർ ഇല്ലേ, ഇവിടെ പോയോ ബാബു സാർ? നമസ്കാരം. BSS അവാർഡ് നേടിയില്ലേ? ഞങ്ങൾ ഇതൊരു കൂട്ടായ്മയാണ് കേട്ടോ. നമ്മുടെ ഈ വൈകുന്നേരം 7 മണിക്ക് ഞങ്ങളുടെ ഒരു നല്ലൊരു കൂട്ടായ്മയാണ്. ഞാൻ തുടക്കം മുതലേ സാബു സാറിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സാറിനെ ഞാൻ അഭിനന്ദിക്കുന്നു. യെസ്, ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ നമ്മൾ എല്ലാവർക്കും നേടി നമ്മളെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമസ്കാരം സാബു സാർ. താങ്ക് യു. താങ്ക് യു സാർ. ഷാജി ജയശ്രീ സാർ മാം എന്തൊക്കെ നമസ്കാരം. പറയുന്നു? താങ്ക് യു. ജയശ്രീ മാം എന്തൊക്കെ പറയുന്നു? ജയൻ സാർ. ജയശ്രീ മാം. ഇല്ല സാർ, ഞാൻ ജസ്റ്റ് ഇൻഫോർമേഷൻ കേൾക്കാൻ വേണ്ടിയിരുന്നാണ്. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല രീതിക്ക് കൊണ്ടുപോയി. അപ്പൊ തുടർച്ചയായിട്ട് 3-4 ദിവസം സാറിന്റെ ക്ലാസ്സിൽ കയറുന്നുണ്ട്. ഇന്ന് എനിക്ക് തുടക്കത്തിൽ കയറാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നാളെ വിട്ടുപോയ ഭാഗം യൂട്യൂബിൽ കാണണമെന്നുള്ള അതിലിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ ഫോർ പ്രൊവൈഡിങ് സോ മച്ച് ഓഫ് ഇൻഫോർമേഷൻ. താങ്ക് യു മാം. ഓക്കെ, ദെൻ ജോഷി സാർ. ഷാജി സാറെ പ്രത്യേകം നന്ദി. ഒരു ചോദ്യം പെട്ടെന്ന് തന്നെ ചോദിക്കാം. അതായത് ഈ ഡിഗ്രി കഴിഞ്ഞവർക്ക് MBA അല്ലെങ്കിൽ LLB ഇത്തരം കോഴ്സുകൾ കറസ്പോണ്ടൻസ് ആയി പഠിക്കാൻ സാധ്യതയുണ്ടോ? നമ്മുടെ ഇവിടെ എങ്ങാനും അത് പറ്റുമോ? ഇനി അത് രണ്ടും പറ്റുകയില്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് കറസ്പോണ്ടൻസ് കോഴ്സായി ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കോഴ്സുകൾ ഏതൊക്കെയാണ്? പിന്നെ ഡിഗ്രി കഴിഞ്ഞവർക്ക് MBA കറസ്പോണ്ടൻസ് ചെയ്യുന്നതിന് പ്രയാസമില്ല, തടസ്സമില്ല. അത് നിയമപരമായിട്ട് പ്രശ്നങ്ങളില്ല. പിന്നെ കറസ്പോണ്ടൻസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രീതിയിൽ MBA നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റും. കേരളത്തിന്റെ പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ കാലിക്കറ്റിൽ ഉൾപ്പെടെയുള്ള എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അതിന്റെ കോൺടാക്ട് ക്ലാസ്സുകൾ കിട്ടും. ഇഷ്ടംപോലെ ഏജൻസികളുണ്ട്. അത് മുഖേന പിന്നെ നമുക്ക് MBA പഠിക്കാൻ പറ്റും. അണ്ണാമലൈ യൂണിവേഴ്സിറ്റി, അതോടൊപ്പം തന്നെ മധുര MKU, മധുര കാമരാജ് യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി, അതിൻ്റെയൊക്കെ പിന്നെ സ്റ്റഡി സെന്ററുകൾ നമുക്ക് കോഴിക്കോട് അവൈലബിൾ ആണ്. അപ്പൊ അതിലൂടെ നമുക്ക് MBA പറ്റും. പക്ഷേ LLB കറസ്പോണ്ടൻസ് രീതിയിലൂടെ പഠിക്കാൻ പറ്റില്ല. അങ്ങനെ പഠിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതിന് അംഗീകാരം ഇല്ല. കാരണം LLB ഒരു കാരണവശാലും നമുക്ക് റെഗുലർ അല്ലാതെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഡെയിലി അറ്റൻഡൻസ് രേഖപ്പെടുത്തിയിട്ട് അല്ലാതെ ആ കോഴ്സ് പഠിക്കാൻ കഴിയില്ല. മാത്രമല്ല, അത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ BCAയുടെ അപ്രൂവല് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കോഴ്സ് അംഗീകാരം കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സെന്ററുകളിൽ മാത്രമേ അത് റെഗുലർ ആയിട്ട് മാത്രമേ LLB, ചുരുക്കം പറഞ്ഞാൽ അതാണ്, റെഗുലർ ആയിട്ട് മാത്രമേ LLB കോഴ്സ് ഉള്ളൂ. MBA പ്രശ്നമില്ല, നമുക്കത് ചെയ്യാം. പിന്നെ ഡിഗ്രി കഴിഞ്ഞാല് ഡിസ്റ്റൻസ് രീതിയിൽ നമുക്ക് MA ചെയ്യാം. ഇപ്പൊ MSc അടക്കം സയൻസ് റിലേറ്റഡ് ആയാലും MSc അടക്കം ചെയ്യാൻ പറ്റും, MCOM ചെയ്യാൻ പറ്റും. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ, നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിങ് വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ആ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് PG ഒട്ടുമിക്ക സബ്ജക്റ്റിന്റെയും PG, പ്രത്യേകിച്ചും BA കഴിഞ്ഞ ഒരാൾക്ക്, BSc കഴിഞ്ഞ ഒരാൾക്ക്, BCom കഴിഞ്ഞ ഒരാൾക്ക് അവരുടെ കൺസേൺ PG കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രാക്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് ചെയ്യാൻ പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ട് ചെയ്യാൻ പ്രയാസമുണ്ട്. പ്രത്യേകിച്ചും BSc കെമിസ്ട്രി, ഫിസിക്സ്,
സോളജി, ബോട്ടണി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രയാസമുണ്ട്. അല്ലാത്ത ഇപ്പൊ MA ഇംഗ്ലീഷ്, MSc ഇംഗ്ലീഷ്, MA സൈക്കോളജി, MSc സൈക്കോളജി, MCOM, പിന്നെ MBA, അതൊക്കെ നമുക്ക് പിന്നെ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഓൺലൈനായിട്ടും ചെയ്യാൻ പറ്റും. അംഗീകാരം, അപ്രൂവൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഇപ്പൊ മധുര കാമരാജ് യൂണിവേഴ്സിറ്റി, അണ്ണാമല യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള മദ്രാസ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ സ്റ്റഡി സെന്ററുകൾ പിന്നെ ഉണ്ട്. പിന്നെ നമ്മളെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ജാമിയ മില്ലിയ, പിന്നെ ജവഹർലാൽ JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അത്തരം യൂണിവേഴ്സിറ്റികൾക്കൊക്കെ സ്റ്റഡി സെന്ററുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. AMU ഉണ്ട്, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറത്ത് സെന്റർ ഉണ്ട്. അപ്പൊ അത്തരം സെന്ററിലൂടെയൊക്കെ നമുക്ക് പിന്നെ പല ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ കോഴ്സുകൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ജോർജ് സാർ, സുധോൻ ഡോക്ടർ, ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ പോയിന്റ് ചെയ്യാം. ജോർജ് സാർ പറയും. ഹായ്, താങ്ക് യു സർ. ഷാജു സാറെ, അതിഗംഭീരമായ ക്ലാസ് ആയിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി പേർക്കെങ്കിലും കാണിച്ചു കൊടുക്കാം. നാളെ യൂട്യൂബൊക്കെ പല കുട്ടികൾക്ക് അയച്ചു കൊടുക്കുന്ന കാര്യം ഒരു ലിസ്റ്റൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. സാറേ, വളരെ നന്നായി, ഒത്തിരി സന്തോഷം. താങ്ക് യു. ഓക്കെ, അപ്പോൾ താങ്ക് യു ഷാജി സാർ. വീണ്ടും നമുക്ക് ഇനി ഒത്തിരി വിഷയങ്ങളുണ്ട്. സ്വല്പം കൂടെ ആധികാരികമായിട്ടും ഈ മാസം കൂടെ നമുക്കിങ്ങനെ ഈ ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമുക്ക് കാണാം. സോ താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.